നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ. ഈ വിഷുദിനത്തിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാരെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അവരുടെ സിനിമാനുഭവങ്ങളും വിഷു ഓർമ്മകളും നമുക്ക് പങ്കുവയ്ക്കാം. ആദ്യമായി നിമേഷ് താനൂർ. അദ്ദേഹം സിനിമയിലെ കലാസംവിധായ രംഗത്താണ് പ്രവർത്തിക്കുന്നത്. രണ്ടാമതായി സൂരജ് അയ്യപ്പൻ. അദ്ദേഹം സിനിമയിൽ എഡിറ്റിംഗ് വിഭാഗത്തിലാണ് പ്രവർത്തിക്കുന്നത്. മൂന്നാമതായി ധനരാജ് താനൂർ, കലാസംവിധായകൻ. നാലാമതായി ഉണ്ണികൃഷ്ണൻ യവനിക. അദ്ദേഹം സംവിധായകനാണ്. റാഫി താനൂർ നടനാണ്. ഷാജി ദാമോദരൻ സംവിധായകൻ, അതേപോലെ തന്നെ വലിയൊരു തിരക്കഥാകൃത്ത് കൂടിയാണ്. അമീർ താനൂർ സിനിമയിൽ പ്രൊമോഷൻ ക്യാമറ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നു. ഷൈൻ താനൂർ ക്യാമറാമാനാണ്. അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാം. ആദ്യമായി നിമേഷ് താനൂരിൽ നിന്ന് തുടങ്ങാം. നമുക്ക് എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുന്നു. താനൂരിൻ്റെ സിനിമ അല്ലെങ്കിൽ താനൂരിലെ സിനിമാക്കാരാണ് ഇവിടെ വന്നിട്ടുള്ളത്. താനൂരിൽ പിച്ച് വെച്ച് നടന്നിട്ടുള്ള മലയാള സിനിമയിലും അതേപോലെ ഈ സിനിമാ മേഖലയിലെത്തി തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കപ്പെട്ട ഒരു കൂട്ടം ചെറുപ്പക്കാർ അവരാണ് ഇവിടെ ഉള്ളത്. എല്ലാവരും പരസ്പരം അറിയുന്നവരാണ്. സിനിമ സ്വപ്നം കണ്ട കാലം മുതൽ ഒരുമിച്ച് കൂട്ടുകാരായിട്ടുള്ളവർ. എൻ്റെ ഓർമ്മയിൽ ഞാൻ ഫൈൻ ആർട്സ് എന്ന സമയത്ത് സിനിമയിൽ ഇങ്ങനൊരു അവസരമുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അതിനുശേഷം പല മീഡിയകളിലെയും പ്രോഗ്രാമുകൾ കാണുകയും അല്ലെങ്കിൽ സിനിമ കാണുകയും അതിനോട് ഇൻസ്പയറായിട്ട് നമ്മൾ സിനിമാ മേഖലയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയും അപ്പോഴാണ് താനൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചിട്ടൊരു സിനിമാ കൂട്ടായ്മ ഉണ്ടാകുന്നത്. ആ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് സിനിമകളുടെ ചർച്ചകൾ നടക്കുമ്പം ഉണ്ണികൃഷ്ണൻ യവനികയും ഷൈനും മനോജ് പിന്നെ അക്ബർ അതേപോലെ കുറച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ ഞാൻ എത്തിപ്പെടുക. സൂരജൊക്കെ അതിലേക്ക് എത്തിയ ഒരു ആൾക്കാരാണ്. അത് സിനിമയല്ല, ഈ പറയുന്ന വെള്ളി വെളിച്ചത്തിലുള്ള വലിയൊരു സിനിമയുടെ കാഴ്ചപ്പാടിലല്ല അന്ന് വളർന്നു വന്നത്. സ്വന്തമായിട്ടൊരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ അങ്ങനെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന ആഗ്രഹത്തിൽ സിനിമയിലേക്ക് എത്തിപ്പെട്ട് പിന്നീട് സത്യത്തിൽ ഉത്തമൻ എന്നെ സിനിമയിലേക്ക് ഒരു സൗമ്യം എന്ന് പറഞ്ഞൊരു സിനിമ അതിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്തത്. 2001 മറ്റോ ആണ്, 1-2 കറക്റ്റ് ഇയർ ഓർമ്മയില്ല. അതിലൂടെ സിനിമയിലേക്ക് എത്തി. പിന്നെ സിനിമയിലുള്ള ഒരു യാത്ര. നമ്മൾ എപ്പോഴും സിനിമ സ്വപ്നം കാണുന്ന ഒരാളായിരുന്നില്ല ഞാൻ. എൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് വേറൊരു മേഖല തന്നെയായിരുന്നു ശ്രദ്ധിച്ചിരുന്നത്. അതിൻ്റെ ഒരു വഴിത്തിരിവുണ്ടാവുകയാണ്. സിനിമയിൽ എത്തിയതിന് ശേഷം ആണ് നമ്മളൊരു സിനിമ അല്ലെങ്കിൽ സിനിമയാണ് നമ്മളുടെ പ്രൊഫഷൻ എന്ന് തിരിച്ചറിയുന്നൊരു സാഹചര്യത്തിൽ നിന്നാണ് ഞാനൊരു സിനിമാക്കാരനായിരുന്നു എന്നുള്ളത്. പക്ഷേ സിനിമാക്കാരനായിട്ടല്ല, താനൂരിൽ നിൽക്കുന്നത് നമ്മൾ താനൂർക്കാരനായിട്ട് തന്നെയാണ്. അപ്പം താനൂരിലെ വിശേഷങ്ങളിലേക്ക് ഇതിലുള്ള മറ്റുള്ളവരെല്ലാവരും സിനിമയിലൂടെ താനൂരിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയ അനുഭവങ്ങൾ എല്ലാവരും കൂടെ പങ്കുവയ്ക്കും. നമസ്കാരം. ഞങ്ങൾ താനൂരിലെ സിനിമാ പ്രവർത്തകർ ഇപ്പം ഞങ്ങളെല്ലാവരും വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കാണുന്നത്. ഞാൻ സിനിമയിൽ എഡിറ്ററായി പ്രവർത്തിക്കുന്നു. ഫസ്റ്റ് സിനിമ ബെസ്റ്റ് ആക്ടറായിരുന്നു. അതിൽ എഡിറ്റിംഗ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. അന്ന് അമീർ സാറുണ്ടായിരുന്നു ലൊക്കേഷനിൽ. പിന്നീട് അതിലുള്ള നമ്മുടെ ആക്ട് ചെയ്യുന്ന ബിനോയ് നമ്പാല, പുള്ളിയാണ് ഉണ്ണിയേട്ടനെയൊക്കെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ താനൂർ സിനിമ ഇതിൽ നമ്മൾ എല്ലാവരും കൂടെ പ്ലാറ്റ്ഫോം എന്നുള്ളൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. പിന്നീട് കുറച്ച് സിനിമകൾ ചെയ്തു. വാമനൻ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്ന സിനിമയായിരുന്നു. പിന്നെ ഇപ്പോൾ എൽ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ റിലീസായിട്ടുണ്ട്. അത്യാവശ്യം നല്ല പുതുമുഖങ്ങളാണെങ്കിലും നല്ല അഭിപ്രായങ്ങളാണ്. ടെക്നിക്കലി എല്ലാം. ഡയറക്ടർ ഷോജി സെബാസ്റ്റ്യൻ. പിന്നെ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ബെൻസി പ്രൊഡക്ഷനിലാണ്. ഫാമിലി പ്രശ്നങ്ങളും ഇതൊക്കെ ആയതുകൊണ്ട് സിനിമയിലേക്ക് ഇങ്ങനെ എത്തിപ്പെടാൻ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ കുറച്ച് പ്രൊജക്റ്റുകളുണ്ട്. നമ്മളൊരു സീൻ മാറ്റുന്ന പരിപാടികൾ ഈ വർഷം ഉണ്ടാവും. എല്ലാവർക്കും വിഷു ആശംസകൾ. ഞാൻ
ചിത്രകലാ പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷം യാദൃച്ഛികമായിട്ടാണ് സിനിമയിലെത്തുന്നത്. അത് ഞാൻ വരച്ച കുറച്ച് ചിത്രങ്ങൾ ഒരാൾ കാണുകയും അപ്പോൾ അയാൾ സിനിമയിൽ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ബന്ധപ്പെടണം എന്നൊക്കെ പറഞ്ഞ് ആണ് നമ്പർ തന്ന്. അതേ ഒരു പ്രൊഡ്യൂസറായിരുന്നു, ശശി അയ്യഞ്ചറ എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം പഞ്ചപാണ്ഡവർ എന്ന് പറഞ്ഞ സിനിമ വർക്ക് ചെയ്യുമ്പോൾ എന്നെ വിളിക്കുകയും അങ്ങനെയാണ് ഗംഗൻ തലവിൽ എന്ന് പറഞ്ഞ ആർട്ട് ഡയറക്ടറെ പരിചയപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. ഗംഗൻ തലവിൽ അന്ന് വർഷത്തിലൊരു 12-13 പടം ചെയ്യണം, അത്രയും തിരക്കുള്ളൊരു ആർട്ട് ഡയറക്ടറായിരുന്നു. ചന്ദ്രന് തുക്കുന്ന തുക്കിൽ, പറക്കും തളിക, അങ്ങനെയുള്ള ഈ അനിയൻ ബാവ, ചേട്ടൻ ബാവ, അങ്ങനെ ആ കാലത്തുള്ള ഹിറ്റ് പടങ്ങളൊക്കെ ഗംഗേട്ടനായിരുന്നു. അങ്ങനെ ഗംഗേട്ടൻ്റെ കൂടെ പിന്നെ പഞ്ചപാണ്ഡവർ, പുത്തൂരം പുത്തുരുണ്ണിയാർച്ച, പറക്കും തളിക, അങ്ങനെ അത് കൂടെ അസിസ്റ്റൻ്റായി പോയി. അങ്ങനെ ആ കാലം പിന്നെ സിനിമയാണ് മേഖല എന്ന് തിരിച്ചറിഞ്ഞിട്ട് സിനിമയിൽ തന്നെ ഈ എല്ലാ വർക്കും. പിന്നെ ആ സമയത്ത് ഇന്നത്തെ മാതിരി മോണിറ്ററോ ഇതൊന്നും ഇല്ലാതെ നമുക്ക് കാണാനൊന്നും കഴിയാത്ത ഈ ഏതാണോ ഫ്രെയിം ഇട്ടത് അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കലാസംവിധാനം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മാതിരി അല്ലായിരുന്നു. പിന്നെ നല്ലൊരു അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹരിഹരൻ സാറും PG വിശ്വംഭരൻ്റെ ഒക്കെ പടം കണ്ട് വളർന്നിട്ട് അവരെ കൂടെ നമ്മൾ പെട്ടെന്ന് അവിടെ ആ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു എന്താ പറയുക, നമ്മളെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുക എന്ന് പറയില്ലേ, അന്ന് സിനിമ ഒരു മോഹം ഉണ്ടായിരുന്നെങ്കിലും അതിലെത്തപ്പെടാൻ പറ്റുമെന്നുള്ളത് അറിയില്ലായിരുന്നു. പിന്നെ ആണ് കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞ ഒരു സൂര്യ TV വന്ന ഒരു സീരിയൽ ഉണ്ടായിരുന്നു. അതിലാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആർട്ട് ഡയറക്ടറായിട്ട് മാറുന്നത്. പിന്നെ സിനിമ തന്നെയായിരുന്നു മേഖല. ഇപ്പോൾ ഒരു 5-8 വർഷമായിട്ട് KSRTC കിട്ടിയപ്പോൾ സിനിമയിൽ നിന്ന് പതുക്കെ ഒന്ന് മാറി. എന്നാലും അവിടുന്ന് ലോങ് ലീവ് എടുത്തിട്ട് സിനിമ വിടാൻ പറ്റാത്തതുകൊണ്ട് സിനിമയിൽ ഇപ്പോഴും പോകുന്നുണ്ട്. ഇത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ ഏവർക്കും നല്ലൊരു വിഷു ആശംസിച്ചുകൊണ്ട് ഇങ്ങനൊരു കൂട്ടായ്മ, താനൂരിലെ ഒരു കൂട്ടായ്മ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ മുറ്റത്തിരിക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അതും വലിയ വലിയ സിനിമാക്കാരെ കൂടെ ഇരിക്കുമ്പോൾ സന്തോഷമുണ്ട്. നമ്മൾ ഈ താനൂരിലെ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമും പാട്ടുകളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ താനൂരിലൊരു സിനിമാലോകം ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇതിൻ്റെ സിനിമാ സ്വപ്നങ്ങൾ അങ്ങോട്ട് എത്തിയിട്ടില്ല. എന്തായാലും എത്തുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് മുമ്പ് താനൂർ ടാക്കീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. അതിനും വർഷങ്ങൾക്ക് മുമ്പ് ഞാനും നിമേഷും കൂടിയും കൈരളി TVക്ക് വേണ്ടിയിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിമേഷായിരുന്നു അതിൻ്റെ ആർട്ട് ചെയ്തത്. അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് ഒരു മ്യൂസിക് വീഡിയോ ഷൈൻ ക്യാമറ ചെയ്തിട്ടുണ്ട്. പിന്നെ സൂരജ് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സൂരജിൻ്റെ ഒരുമിച്ച് താനൂരിലെ കൂട്ടായ്മ ഇപ്പോൾ കുറച്ചായിട്ട് നമ്മളിങ്ങനെ ഇരിക്കാറില്ല, പല ഭാഗത്താണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ, അതിൻ്റെ കലാസംവിധായകൻ നിമേഷ് ഇവിടെ ഉണ്ട്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ നല്ല ഹരമുണ്ട്. ഇനി നമുക്കിങ്ങനെ അല്ലേ ഒരുമിച്ച് പലതും പറഞ്ഞ് ഹരാക്കാമെന്ന് ഉള്ള പ്രതീക്ഷയോടെ സന്തോഷം. വീണ്ടും നന്മ നിറഞ്ഞ ഒരു വിഷു ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു വിഷു ആശംസകൾ നേരുന്നു. പിന്നെ താനൂരിലെ ഇതുപോലുള്ള മറ്റു വലിയ വലിയ കലാകാരന്മാരുടെ ഇടയിൽ ഒരു ചെറിയ കലാകാരനാൻ പറ്റിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. അതിനുള്ള അവസരം തന്നു തന്നെ താനൂരിലെ നല്ല കലാസുഹൃത്തുക്കളാണ് ഷൈൻ താനൂർ, അതുപോലെ അമീർ താനൂർ. പിന്നെ നിമേഷിനെ ഞാൻ പരിചയപ്പെടാൻ കുറച്ച് വൈകി. അദ്ദേഹത്തിൻ്റെ വർക്കുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് അറിയില്ല അദ്ദേഹം താനൂരാണെന്ന്. പിന്നീട് വലിയ വലിയ വർക്കുകൾ കാണാനിടയപ്പോൾ മനസ്സിലായി താനൂർക്കാരനായിരിക്കുന്നു. കാരണം താനൂരുള്ളവർക്ക് സിനിമാ മേഖല അത്രയും നല്ല ആത്മബന്ധമുണ്ട്. അപ്പോൾ എൻ്റെ സിനിമാ ജീവിതം അല്ലെങ്കിൽ എൻ്റെ സിനിമാ യാത്ര ഞാൻ തുടങ്ങുന്നത് സ്കൂളിൽ പഠിക്കുന്ന കാലത്തായിരുന്നു. അന്ന് ചെറിയ മിമിക്രി നാടകമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമായിരുന്നു. മിമിക്രി ആർട്ടിസ്റ്റാണ് സത്യത്തിൽ. മിമിക്രി ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ കലാഭവനിൽ പോയിരുന്നു. പക്ഷെ എനിക്ക് അവിടെ ഒരു അവസരം കിട്ടിയില്ല. അവിടെ ചേർന്ന് പഠിക്കണം, അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ ഉള്ള ബുദ്ധിമുട്ട് കാരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. പക്ഷെ അന്ന് തൊട്ടേ അവിടെയുള്ള മിമിക്രി കലാകാരന്മാരെ എൻ്റെ സൗഹൃദങ്ങളിൽ ഉൾപ്പെടുത്തി ഞാൻ യാത്ര തുടർന്നു. പിൽക്കാലത്ത് ഒരുപാട് സിനിമ സെറ്റിൽ ഞാൻ അവസരം ചോദിച്ച് നടന്നിട്ടുണ്ട്. ഒരുപാട് ത്യാഗങ്ങളും വിഷമങ്ങളും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്, ആക്ഷേപങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്.
മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ സിനിമയിൽ അഭിനയിക്കാൻ നടക്കുന്ന സമയം കൊണ്ട് ഒരു തൂമ്പ എടുത്ത് 2 തെങ്ങ് കളച്ചാൽ എന്തായാലും കിട്ടും, വെറുതെ സമയം പാഴാക്കണ്ടെന്ന് പറഞ്ഞു. ഒരു കലാകാരനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത് ഏറ്റവും വേദനയുള്ള സമയമാണ്. പക്ഷേ നെഞ്ചോടെ ചേർത്തു, ഭാഷയോടെ ആ രംഗത്തേക്ക് കടക്കണമെന്ന് ആഗ്രഹിച്ചു. പിൽക്കാലത്ത് സിനിമാ മോഹം തൽക്കാലം ഒന്ന് മാറ്റിവെച്ച് സൗദിയിലേക്ക് പോയി. 4 വർഷത്തിന് ശേഷം അവിടെ തിരിച്ചു വന്നു. വീണ്ടും കോഴിക്കോട് ഷൂട്ട് നടക്കുമ്പോൾ വേഷം എന്ന് പറഞ്ഞ ഒരു പടത്തിൻ്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത് സെറ്റിൽ പോയി റസാഖ് സാറിനോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. റസാഖ് സാറിനോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. അദ്ദേഹം വേഷം ചെയ്യാമെന്ന് പറഞ്ഞു. ഫ്രെയിമിലൊന്ന് വന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഡയലോഗൊന്നുമില്ല. പക്ഷെ മമ്മൂക്കയുടെ കൂടെ തന്നെ ആദ്യ എൻട്രി അല്ലെങ്കിൽ ആദ്യ സിനിമയിലെ മോഹം കാണിക്കൽ വലിയൊരു സന്തോഷം നിറഞ്ഞ കാര്യമായിരുന്നു. ഒരുപാട് മനസ്സ് നിറഞ്ഞു. മമ്മൂട്ടിയെ പോലുള്ള വലിയൊരു കലാകാരൻ്റെ കൂടെ തന്നെ തുടക്കം കുറിക്കാൻ പറ്റിയതിൽ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വേഷം തസ്കരവീരൻ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് അമീറായിരുന്നു വിളിച്ചിരുന്നത്. പാലക്കാട് ഷൂട്ട് നടന്ന സമയത്ത് ഒരു വേഷം ചെയ്യാം എന്ന് പറഞ്ഞ് വിളിച്ചു, അതിൽ ചെയ്തു. പിന്നെ കറുത്ത പക്ഷികൾ, പ്രമാണി, പിന്നെ അവിടുത്തെ ഈ ജീവിതവും സിനിമയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ളൊരു പ്രയാസം ഉണ്ടായിരുന്നു. കാരണം ദുബായിലാണ്, അവിടെ ECH ഡിജിറ്റൽ എന്ന് പറയുന്നൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ് ബിസിനസ് കൺസൾട്ടൻ്റായിട്ട്. അപ്പോൾ സിനിമയും നമ്മുടെ ഓഫീസ് കാര്യങ്ങളും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. പക്ഷേ എന്നാലും അവസരം കിട്ടുമ്പോൾ ഇനിയും സിനിമയിൽ നല്ല വേഷം ചെയ്യണം, കുറച്ചും കൂടി പെർഫോം ചെയ്യണം. നമ്മൾ ഏത് നടന്മാരല്ലെങ്കിൽ ഏത് ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രയാസം അത് നമുക്കും ഉണ്ടായിരുന്നു. അത് മിനിക്കെടുക്കാം എന്നുള്ളൊരു ആത്മവിശ്വാസം എപ്പോഴും ഉണ്ട്. ഇനിയും നല്ല വേഷങ്ങൾ കിട്ടിയാൽ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇപ്പോൾ ദുബായിൽ ഷൂട്ട് ചെയ്തൊരു MN നിഷാ സാറിൻ്റെ ഒരു പടം അയ്യരിൻ അറബിയായിരുന്നു ലാസ്റ്റ് ചെയ്ത പടം. പിന്നെ ഇരുട്ട് എന്ന് പറഞ്ഞൊരു പടം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഇതുവരെ സത്യത്തിൽ വെളിച്ചത്തിൽ വന്നിട്ടില്ല, എപ്പോഴും ഇരുട്ടത്തുള്ളത്. എൻ്റെ പ്രൊഡ്യൂസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ചെറിയ ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ അതിൽ നല്ലൊരു ക്യാരക്ടർ വേഷം ചെയ്തിട്ടുണ്ട്, ഒരു ഫൈറ്റ് ഉണ്ട്, പിന്നെ കുറച്ച് ഡയലോഗും സാധനമൊക്കെ ഉണ്ട്. അപ്പോൾ ചെയ്തതിൽ ഏറ്റവും വലിയ നല്ലൊരു വേഷമാണത്. അത് വരുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. വന്നാൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ കാണാം. താന്നൂരിലെ കലാകാരന്മാർ ഒരുമിച്ചിരുന്ന് കാണുമെന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം നല്ലൊരു ക്യാരക്ടറാണ് അതിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങളും താന്നൂരിലെ വലിയ കലാകാരന്മാർ ഈ ചെറിയ കലാകാരന് അവസരങ്ങൾ തരാൻ വേണ്ടി ശ്രമിക്കുക. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് തിരിച്ചു വരാം. എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെ വിഷു ദിനാശംസകൾ നേരുകയാണ്. ഞാൻ ഷാജി ദാമോദരൻ, ഒരു ചെറിയ തിരക്കഥാകൃത്താണ്. പെരുങ്കാളിയാട്ടം എന്ന സിനിമയുടെ സഹനിർമ്മാതാവും തിരക്കഥാകൃത്തും കൂടിയാണ്. ഇക്കഴിഞ്ഞ ജനുവരി 19 കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസായ സിനിമയാണ് പെരുങ്കാളിയാട്ടം. താരതമ്യേന ചെറുകിട നടന്മാരും നടികളൊക്കെ വെച്ച് ചെയ്ത സിനിമയായിരുന്നു. വലിയ മോശമില്ലാത്ത രീതിയിൽ തിയേറ്ററിൽ ഓടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലുപരി താനൂരിലെ ഈ കലാകൂട്ടായ്മയിൽ പങ്കെടുക്കാനും ഈ വിഷു സുദിനത്തിൽ ഇവരോട് ചേർന്ന് ഓർമ്മകൾ പങ്കുവെക്കാനൊക്കെ കഴിയുന്നതിൽ ഒരുപാട് സന്തോഷം കൂടിയുണ്ട്. കാരണം എല്ലാവരുടെ മനസ്സിലും കലയും കലാകാരനൊക്കെ ഉറങ്ങിക്കിടക്കുന്ന ഉണ്ടെന്ന് എനിക്കറിയാം, എല്ലാവർക്കും ഉണ്ട്. പലരും പല സാഹചര്യം കൊണ്ടാണ് സിനിമയിൽ എത്താതെ പോകുന്നത്. സാഹചര്യങ്ങൾ, കുടുംബത്തെ പ്രശ്നങ്ങൾ, മറ്റ് സാമ്പത്തിക പ്രയാസങ്ങൾ, അതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു ലക്ഷ്യത്തോടു കൂടി തുനിഞ്ഞിറങ്ങുകയാണെങ്കിൽ, എന്താണോ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് തുനിഞ്ഞിറങ്ങുകയാണെങ്കിൽ, ഒരേ മനസ്സും ഒരേ മെയ്യും ഒരേ പ്രവൃത്തിയൊക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സ്വപ്നത്തെ അല്ലെങ്കിൽ ആ ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എൻ്റെ അനുഭവം എനിക്ക് അങ്ങനെയാണ് കാട്ടി തന്നിട്ടുള്ളത്. കാര്യം നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ നിരന്തരമായ പ്രവർത്തനം വേണം. ഇവരൊക്കെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഒരു സിനിമാക്കാരനാവാൻ അല്ലെങ്കിൽ അഭിനയിക്കാൻ ഒക്കെ ഒത്തിരി കഷ്ടപ്പെട്ട ഒരാളും കൂടിയാണ് ഞാൻ. പഴയകാലത്തൊക്കെ ചെന്നൈയിലായിരുന്നല്ലോ, തമിഴ്നാട്. അത് കോടമ്പാക്കം, വത്സരാക്കം, മെറീന ബീച്ച്, AVM സ്റ്റുഡിയോ, ഇവിടെയൊക്കെ തെണ്ടി നടന്ന കാലഘട്ടം ഉണ്ടായിരുന്നു എനിക്ക്. എൻ്റെ കോളേജ് പഠനകാലം ഒക്കെ ആയിരുന്നു ആ സമയത്ത്. ഒന്നും എവിടെ എത്താൻ പറ്റിയില്ല, വീട്ടിൽ സാഹചര്യങ്ങളൊക്കെ ആയിരുന്നു മെയിൻ പ്രശ്നങ്ങൾ. പിന്നെ അത് കഴിഞ്ഞു പിന്നെ നാട്ടിൽ ഇവിടെ കേരളത്തിൽ കുറേ സിനിമാക്കാരാണ് നടന്നു. കഥ എഴുത്തും സിനിമാ മോഹമായിട്ട് നടക്കുകയായിരുന്നു ആ സമയത്തൊക്കെ തന്നെ. പക്ഷെ അതൊക്കെ എവിടെ എത്താതെ പോയപ്പോൾ എങ്ങനെയൊക്കെയോ ഒരു കഥ എഴുതാനും തിരക്കഥ എഴുതാനൊക്കെ ഒരു
സൗകര്യം ഒത്തു വന്നു. അങ്ങനെ സംഭവിച്ച സിനിമയാണ് പെരുങ്കാളിയാട്ടം. അത് ഈ കഴിഞ്ഞ ജനുവരി 19-നായിരുന്നു റിലീസ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും കല ഉള്ളിലുള്ള എല്ലാവർക്കും സിനിമയിലെത്താൻ നിരന്തരം പരിശ്രമമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്താൻ കഴിയണം തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും സ്നേഹവും ഇഷ്ടവുമാണ്. കാര്യം എല്ലാവരും സിനിമയാണ്, മനസ്സിൽ സിനിമയാണ്. ഊണിൽ ഉറക്കലും സിനിമ കൊണ്ട് നടക്കുന്ന ആളുകളാണ്, അവരെ എവിടെയെങ്കിലൊക്കെ എത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇനിയും ഈ കൂട്ടത്തിലിരിക്കുന്ന എല്ലാവരും താനൂരിലെ ഈ സിനിമ കൂട്ടായ്മ ഇനിയും കൂടാനും ഇരിക്കാനും ചർച്ച ചെയ്യാനൊക്കെ കഴിയട്ടെ. അവരവരുടെ മനസ്സിലെ സ്വപ്നങ്ങൾ, സിനിമ പോലുള്ള വലിയ സ്വപ്നങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ. അതിലൊക്കെ ഞാനും ഒരു ഭാഗമാകാൻ കഴിയട്ടെ. എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെ വിഷുദിന ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. എൻ്റെ പേര് അമീർ താനൂരിന്ന്. പക്ഷേ താനൂരിൽ ഇത്രയും സിനിമക്കാരൊക്കെ ഒരുമിച്ച് കാണുമ്പോഴുള്ളൊരു സന്തോഷം വേറെ തന്നെയാണ്. ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുകയാണെങ്കിലും നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് പൂതേരി വിജയൻ സിനിമയിൽ അഭിനയിക്കും. ഇങ്ങനെ നമ്മൾ സിനിമ എന്ന് കേൾക്കുമ്പോൾ വളരെ എന്താ പറയുക, അതിനോട് കൂടുതൽ ഇഷ്ടമാണ് നമുക്കുണ്ടാകുന്നത്. ഞാൻ പഠിക്കുന്ന കാലത്ത്, എനിക്കൊന്ന് 7 8 പഠിക്കുന്ന കാലത്താണ് ആദ്യമായിട്ടൊരു ജനക്കൂട്ടം എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ കാണുകയാണ്. ഓടി വന്ന് നോക്കിയപ്പോൾ തൊട്ട മുന്നിലുള്ള വീട്ടിൽ എൻ്റെ പൊന്നു തമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമേൻ്റെ ഷൂട്ടിങ്ങാണ്. ഇത് എന്താണ് സിനിമ എന്ന് അന്ന് അന്വേഷിച്ച് തുടങ്ങിയതാണ്. ഇപ്പോൾ ഈ ഒരു സിനിമ എന്താണെന്ന് സിനിമേൻ്റെ ഉള്ളിൽ പുറത്തു നിന്ന് കാണുന്ന ഒരു പ്രൊമോഷൻ വീഡിയോഗ്രാഫറായിട്ട് ഞാൻ മേക്കിംഗ് വീഡിയോ എന്ന് പറയും നമ്മൾ സിനിമേൻ്റെ ഭാഷയിൽ ചെയ്ത് ഇന്ന് ഇവിടെ എത്തുമ്പോൾ താനൂരുകാരായിട്ട് കുറേ സിനിമക്കാരെ കാണുമ്പോൾ ഞാൻ അവിടെയൊക്കെ എവിടെ സ്ഥലം താനൂർ എന്ന് പറയുമ്പോൾ പ്രത്യേക സന്തോഷമാണ്. ഇപ്പം നിമേഷിൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യും. പാപ്പൻ എന്ന് പറഞ്ഞൊരു പടം. നിമേഷ് അതിൻ്റെ ഒരു മെയിൻ സിനിമയിലെ ഒരു ആർട്ട് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്, അതും താനൂരുകാരൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു സന്തോഷം. താനൂരിൽ നിന്ന് ഇനിയും കലാകാരന്മാരുണ്ടാകണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇനിയും നമ്മളറിയാത്ത കുറേ ആൾക്കാർ താനൂരിൽ നിന്നുണ്ട് ഇനിയും എല്ലാ മേഖലയിലും. എന്നിട്ട് താനൂരുകാരെടുക്കുന്ന ഒരു സിനിമ, ഇതാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ എല്ലാവരുടെ കൂട്ടത്തിലും നമുക്ക് ഇനി ചർച്ച ചെയ്യാം. ഷൈൻ. നമസ്കാരം, ഞാൻ ഷൈൻ. എല്ലാവർക്കും വിഷു ആശംസകൾ. ആദ്യമായി ഞങ്ങളെല്ലാവരും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാനൊക്കെ സിനിമയിൽ എത്താനും കാരണം. അപ്പോൾ അടുത്ത സുഹൃത്തായിട്ടുള്ള അമീർ, അദ്ദേഹത്തിന് 2 സിനിമ ഒരേ സമയം വന്നപ്പോൾ അതിന് പകരക്കാരനായിട്ടാണ് എന്നെ പറഞ്ഞു വെച്ചത്. ആദ്യമായി വർക്ക് ചെയ്ത സിനിമ പളുങ്കാണ്. പിന്നീട് ഇങ്ങോട്ട് ഏകദേശം ബ്ലിസ് സാറിൻ്റെ ഒട്ടുമിക്ക ചിത്രങ്ങളിലും വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 10-15ഓളം മമ്മൂക്കാൻ്റെ ചിത്രങ്ങളിൽ അങ്ങനെ പ്രമുഖരായിട്ടുള്ള പല സംവിധായകരുടെ പടങ്ങളും ഇങ്ങനെ പുറകെ നിന്ന് കാണാൻ പറ്റിയിട്ടുണ്ട്, പഠിക്കാൻ പറ്റിയിട്ടുണ്ട് സിനിമയെക്കുറിച്ച്. ഈ കൂട്ടായ്മ തന്നെയാണ് ഏറ്റവും പ്രധാനം എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. അപ്പോൾ നിമേഷേട്ടൻ, നമുക്ക് നിമേഷേട്ടൻ്റെ പുതിയ സിനിമാ വിശേഷങ്ങളൊന്ന് പങ്കുവച്ചാലോ? ഓക്കെ. ഈ വിഷുവിന് റിലീസായിട്ടുള്ള, ഈ കഴിഞ്ഞ ഏപ്രിൽ 11 റിലീസായിട്ടുള്ള വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയാണ് ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് വിശാഖ് സുബ്രഹ്മണ്യം, മെറിലാൻഡ് സിനിമാസിൻ്റെ വിശാഖ് സുബ്രഹ്മണ്യം പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. അതിൽ പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ, കൂടാതെ നിവിൻ പോളി തുടങ്ങി മലയാള സിനിമയിലെ ഒരുവിധ ഒട്ടുമിക്ക താരങ്ങളും അഭിനയിക്കുന്ന ഒരു സിനിമ തിയേറ്ററിൽ നല്ല റെസ്പോൺസാണ്, കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിൽ വർക്ക് ചെയ്യാൻ പറ്റിയത് തന്നെ എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. അപ്പോൾ അടുത്ത നമുക്ക് സൂര്യചേട്ടൻ്റെ സിനിമാ വിശേഷങ്ങളും പുതിയതായിട്ടുള്ള വർക്കുകളെ പറ്റി നമുക്ക് ചോദിക്കാം. കഴിഞ്ഞ സിനിമ കഴിഞ്ഞ 5-ാം തീയതി റിലീസായിരുന്നു, എൽ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. പുതുമുഖങ്ങളാണെങ്കിലും അത്യാവശ്യം നല്ല റെസ്പോൺസായിരുന്നു. ഡയറക്ടർ ഷോജി സെബാസ്റ്റ്യൻ, പിന്നെ DOP അരുൺ, DA ആണെങ്കിലും പുതിയ ആൾക്കാരാണെങ്കിലും എല്ലാവരും നല്ല ടെക്നിക്കലി നല്ല അഭിപ്രായം കിട്ടിയ സിനിമയായിരുന്നു. പിന്നെ മുന്നേ തന്നെ OTT ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം അത് ഓക്കെ പറഞ്ഞിരുന്നു. ഇനിയിപ്പം OTT ഓക്കെ പറഞ്ഞാലും തിയേറ്ററിൽ റിലീസ് ചെയ്യാന്നുള്ളൊരു പ്രോസസ്സിങ് ഉണ്ട് ഇപ്പോൾ. ഇതാണിപ്പം നടക്കുന്ന സിനിമ. ഇനി കുറച്ച് പരിപാടികളുണ്ട്. ഇനിയിപ്പോൾ OTT റിലീസ് ഉണ്ടാവും. അപ്പോൾ തിയേറ്ററിൽ കാണാൻ പറ്റാത്ത ആളുകൾ കാണണം, അഭിപ്രായങ്ങൾ പറയണം. പിന്നെ ഇനിയിപ്പോൾ 2-3 പ്രൊജക്റ്റുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡയറക്ടർ വിമൽ, പിന്നെ ഷോജി സാറിൻ്റെ, പിന്നെ ഡയറക്ടർ ബിനിൽ, പുള്ളിയുടെ എല്ലാം ഒരു സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മയാണ്. നമ്മൾ സിനിമ സ്വപ്നം അത് സ്വപ്നമായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കായിരുന്നു. അപ്പോൾ
ഇവരുടെ സ്വപ്നം വിജയിച്ചു, അപ്പം നമ്മളെയും കൂടെ ചേർത്തു. അടുത്തതായി നമുക്ക് ധനരാജ് ചേട്ടൻ്റെ വിശേഷങ്ങളിലേക്ക്, സിനിമാ വിശേഷങ്ങളും അതോടുകൂടി ഏതെങ്കിലും ഒരു വിഷു സിനിമ സെറ്റിലോ അങ്ങനെ എന്തെങ്കിലും ഓർമ്മയായിട്ട് ചേട്ടനുണ്ടോ? പിന്നെ വിഷു ഓണമൊക്കെ എന്ന് പറഞ്ഞാൽ സ്ഥിരം സിനിമയിൽ തന്നെ ആയതുകൊണ്ട് അത് ആഘോഷങ്ങൾക്ക് വീട്ടിലേക്ക് വരാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ ഈ ജോലി വിട്ട് ഇങ്ങോട്ട് ഒരു KSRTC മാറിയതിൻ്റെ ശേഷമാണ് ഇപ്പോൾ വിഷുവൊക്കെ നാട്ടിൽ, അല്ലെങ്കിൽ ഓരോരോ സെറ്റിൽ തന്നെ ആയിരിക്കും എല്ലാ വിഷു ഓണമൊക്കെ എല്ലാവരും കൂടെ തന്നെയാണ് ആഘോഷം ഉണ്ടാകാറ്. അപ്പോൾ അതൊരു നല്ല ദിവസമായിട്ട് അവിടെ തന്നെ ആഘോഷിക്കാറാണ്. അപ്പം നമുക്ക് ഉണ്ണി ചേട്ടനോട് ചോദിക്കാം, ചേട്ടൻ്റെ പുതിയ വർക്കുകളും കാര്യങ്ങളും എല്ലാ വിശേഷങ്ങളും. ഇപ്പോൾ പുതിയ ഒരു മ്യൂസിക് വീഡിയോ ഇപ്പോൾ മിനിയാന്ന് ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. വേറെ ഇപ്പോൾ അടുത്ത ദിവസം തന്നെ അടുത്ത 19-ാം തീയതി വേറൊരു കോഴിക്കോട് വെച്ചിട്ട് വേറൊരു സോങ്ങിൻ്റെ തന്നെ ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് പാട്ടുകൾ ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേറൊരു നമ്മളെ ഇതിൻ്റെയൊക്കെ ഡ്രീം എൻഡ് സിനിമയാണല്ലോ. വേറെ സന്തോഷം കൂടി ഉണ്ട്. സിനിമയ്ക്ക് വേണ്ടിയുള്ള സ്ക്രിപ്റ്റ് വർക്ക് സുഹൃത്തായിട്ടുള്ള കഥാകൃത്ത് ആദ്യമായിട്ടാണ് അയാൾ തിരക്കഥ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു സന്തോഷമാണ്. അപ്പോൾ മിക്കവാറും ഈ വർഷം നടക്കും എന്നാണ് കരുതുന്നത്. ഒരു ചെറിയ സിനിമയായിട്ടല്ല, ഒരു വലിയ സിനിമയായിട്ട് തന്നെയാണ്. ചെറിയ സിനിമയായിരുന്നു നമ്മൾ ആഗ്രഹിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു നമ്മളെ കയ്യിൽ തന്നെയുള്ള ഒരു ചെറിയ ത്രെഡ് അയാളോട് പറയും. അയാളത് അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു വൺലൈൻ ഇങ്ങോട്ട് പറഞ്ഞു തരുമ്പോഴുള്ള സന്തോഷമുണ്ട്. അപ്പോൾ അതങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് സംഭവിക്കുന്നു വിചാരിക്കാം. ആഗ്രഹങ്ങളാണ്, സിനിമയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അങ്ങനെ ആ സിനിമ അങ്ങനെ മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പുറമെ ചെറിയ ചെറിയ മ്യൂസിക് വീഡിയോസ് നമ്മൾ ഇഷ്ടപ്പെട്ടൊരു മേഖല ആയതുകൊണ്ട് അതിനോടുള്ള കണക്ഷൻ വിടാതിരിക്കാൻ വേണ്ടി, എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്. പിന്നെ ആഗ്രഹം, ഇതൊക്കെ ആഗ്രഹം മാത്രമാണ്. നമുക്ക് ഈ മേഖലയായിട്ട് വേറെയുള്ള അക്കാദമിക്കലായിട്ടുള്ള പഠനങ്ങളൊന്നുമില്ല. ഓരോ തോന്നലുകൾ, ഇഷ്ടങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ടാണ് തോന്നുന്നത്. അത്രയൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ. അപ്പോൾ നിമേഷേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കണേ. കുറേ കാര്യങ്ങളായിട്ട് നമ്മളൊക്കെ സിനിമേൻ്റെ പിന്നണിയിൽ നിൽക്കണമല്ലോ. ഇങ്ങനെ മുന്നണിയിലേക്ക് വന്നപ്പോൾ എന്ത് തോന്നുന്നു? എന്താ അനുഭവം? മുന്നണിയിൽ വരുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. കാരണം ക്യാമറയുടെ പുറകിൽ മാത്രം ആയതുകൊണ്ട് ഈ മൈക്ക് കാണുമ്പോൾ ഒരു ചെറിയൊരു വേറെ ഇറങ്ങും. പിന്നെ അതിൽ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ താനൂരിൽ തന്നെ ഒരു പരിപാടി നടന്ന്, നമ്മളെ പ്ലാറ്റ്ഫോമിൻ്റെ പേരിലൊരു ഫിലിം ഫെസ്റ്റിവൽ. ആ ഫിലിം ഫെസ്റ്റിവലിൽ ഒരു പത്രസമ്മേളനം നടത്തണം. അന്ന് അഫ്സലിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, പത്രസമ്മേളനം ഒന്ന് അറേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പത്രസമ്മേളനം നടന്ന്. അപ്പോൾ ആ സമയത്ത് താനൂർ ബീച്ച് റോഡിലുള്ള പ്രസ് ക്ലബ്ബിൽ അവിടെ എത്തി അറ്റൻഡ് ചെയ്യുമ്പോൾ എല്ലാവർക്കും പേടിയായിരുന്നു. അപ്പം സിനിമയിലുള്ളതല്ലേ, അപ്പം എല്ലാവരും ഭയങ്കര ആക്റ്റീവായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് മീഡിയക്കാർ മുഴുവൻ നമ്മളെ ഒഴിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പം മുതൽ ഏകദേശം ഒരു 10-15 പ്രാവശ്യം കാല് കഴുകിയിട്ടുണ്ടാവും ഉണ്ണികൃഷ്ണനാണ് വലിയൊരു സംഘാടകൻ. അപ്പോൾ അതേപോലെ മറ്റുള്ള പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ മൂത്രമൊഴിക്കലും കാല് കഴുകലും. പിന്നെ ഈ പത്രസമ്മേളനത്തിനുള്ള സമയം വളരെ കുറച്ച് കിട്ടിയതുകൊണ്ട് അവർക്കും സമയം വൈകിയോണ്ട് വേഗം പറഞ്ഞ് കഴിച്ചിലാക്കി. അപ്പം അതാണ് ഞാനിപ്പോൾ ഓർമ്മ വരുന്നത്. കാരണം ഈ പുറകിലുള്ളവർക്ക് മുന്നിലേക്ക് വരാനുള്ളൊരു പ്രയാസമുണ്ട്. അത് മാറണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. പെട്ടെന്ന് മാറില്ല, അതങ്ങനെ ശരിയായിക്കോളും. ഇനി ഇതിന്റെ മറുപടി ബാക്കി ഉണ്ണി പറയും. അതിന്റെ മറുപടി എന്താണെന്ന് വെച്ചാൽ അത് ഭയങ്കര രസമുള്ള സംഭവം തന്നെയായിരുന്നു ശരിക്കും. അല്ലേ, നമുക്ക് വെള്ളം കിട്ടായിട്ടൊക്കെ വലിയ പ്രശ്നമായിരുന്നു. എനിക്ക് കാല് അത് ആ ഒരു സമയത്ത് നിമിഷ അപ്പോൾ കോൺഫിഡൻസ് വേണമെങ്കിൽ കാല് കഴുകാണ്ടിരിക്കണം. അപ്പോൾ ചെരുപ്പും കാലൊക്കെ നല്ല ഫ്രഷ് ആയിരുന്നു. ഇപ്പോൾ ആ ഒരു മൈൻഡ് വിട്ടിട്ടുണ്ട്. പക്ഷെ ഒരു മതിൽ ചാടിയിട്ടാണ്, അല്ലേ, ബിൽഡിങ്ങിന്റെ അപ്പുറത്ത് മതിൽ ചാടിയിട്ടൊക്കെയാണ്. പക്ഷെ അതിനിടയ്ക്കിടയ്ക്ക് ചീർപ്പ് ചെയ്യുക, മുടി ചെയ്യുക, അത് വല്ലാത്ത പ്രശ്നം തന്നെ ആയിരുന്നിട്ടാ. എങ്ങനെയെങ്കിലും അവിടുന്ന് കഴിച്ചിട്ടാണ് വരുന്നത്. പിന്നെ മൂത്രം വയ്ക്കാൻ വിട്ടുക ഇടയ്ക്കിടയ്ക്ക്. അല്ല, അത് സത്യമുണ്ട അവിടുത്തെ ഒരു മാനസികാവസ്ഥ അങ്ങനെയായിരുന്നു. അപ്പോൾ ഇത് മുന്നോട്ട് വരലൊരു വലിയ വിഷയം തന്നെയാണ്. ഇപ്പോൾ ഈ മൈക്കേറ്റ് ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പലതുമാണ്. പക്ഷെ പുറത്തേക്ക് വരുന്നത് അതൊന്നുമല്ല. അതങ്ങനെ അതൊരു വലിയ ഒരു മിടുക്ക് തന്നെയാണ് ശരിക്കും. നമ്മൾ പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യം അതേ രീതിയിൽ തന്നെ പുറത്തേക്ക് പറയാന്നുള്ളത്, അല്ലേ?
അപ്പോൾ അമീറിനൊക്കെ ഇപ്പോൾ കറക്റ്റ് നമ്മൾ വിചാരിച്ച പോലല്ല ശരിക്കും. നമ്മൾ തമാശക്ക് തന്നെ പറയാം അമീർ ഇപ്പോൾ അല്ലേ പെപ്പ അടിക്കുന്ന അമീർ വളരെ വ്യക്തമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഇനി അമീറിന് എന്തോ അതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയേണ്ടതാണ്. അത്രയും വ്യക്തമായിട്ടാണ് അയാൾ നമ്മൾ ഇതുവരെ കൂടി ഇരുന്നതിൻ്റെ നമ്മൾ പറഞ്ഞ പോലെ അത്ര വ്യക്തമായിട്ട് പറഞ്ഞു. നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോഴേ നമുക്ക് കിട്ടുന്ന ആ ഒരു കോൺഫിഡൻസ് ക്യാമറയുടെ മുന്നിലിരുന്ന് പരിചയമില്ലാത്തതുകൊണ്ടുള്ളൊരു പ്രശ്നം എപ്പോഴും നമുക്കുണ്ട്. ബാക്കിലായിട്ട് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ നമ്മൾ മിടുക്കന്മാരാ. ഫ്രണ്ടിൽ ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് പറയാന്നുള്ള ആലോചിക്കും. ഇപ്പം ഉണ്ണി ഉണ്ട്, നിമേഷ് ഉണ്ട്, ഷൈൻ ഉണ്ട്, സാബിൻ, ഇവരെല്ലാവരും ഉണ്ടാകുമ്പോൾ നമ്മളാൾക്കാരെ ഉള്ളൂ ഇവിടെ. ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് നമ്മളെ പഴയ കാലങ്ങൾ പറയാൻ ആഗ്രഹിക്കും. ഇതാവും ഇപ്പോൾ നിമേഷ് ഇപ്പോൾ ഉണ്ണീനെ പറഞ്ഞപ്പോൾ എനിക്ക് നിമേഷിൻ്റെ ഒരു കാര്യം നമ്മളെ പാപ്പൻ എന്ന് പറഞ്ഞ പടത്തിൽ അതിൽ മെയിൻ ഒരു 3 മുനുള്ള കത്തിയുണ്ട്. ഈ കത്തി ഡയറക്ടറെ കാണിച്ച് സമ്മതം മേടിക്കണം. ഷൂട്ടിങ് തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കത്തി ഉണ്ടാക്കും, കാണിക്കാൻ പകുതിയേറ്റം പോകും, പിന്നെ നിമേഷയുടെ ബാക്കിൽ തന്നെ വരും. കുറച്ചും കൂടെ നന്നാക്കിയല്ലോ നന്നാക്കി. ഇത് അവസാനം ഇത് കാണിച്ച് സമ്മതം കിട്ടിയതോടുകൂടി പിന്നെ പുള്ളിയെ സെറ്റ് ചെയ്തിട്ടില്ല. ഈ കത്തിയുടെ പുറകിൽ ഒരു ചെറിയൊരു കഥയുണ്ട്. ഫസ്റ്റ് ജോഷ് സാറിൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് കേൾക്കാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ്. പ്രൊഡ്യൂസർ ഡേവിഡ് കാച്ചപ്പള്ളിയാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ ജോഷ് സാറിൻ്റെത് തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്, അതേപോലെ പേപ്പറിൽ മാത്രമേ ജോഷ് സാറിനെ പരിചയമുള്ളൂ എനിക്ക്. പേപ്പറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പറിൽ സിനിമയുടെ റിലീസിൻ്റെ അന്ന് പല സിനിമകളുടെയും പോസ്റ്റർ വരുമ്പം കാണുന്നതാണ് ജോഷി. അതേപോലെ ന്യൂഡൽഹി സിനിമ തിയേറ്ററിൽ എനിക്ക് തോന്നുന്നു 2ാമത്തെയാണോ 3ാമത്തെ പടമാണോ എന്നറിയില്ല, താന്നൊരു ശോഭ ടാക്കീസിൽ പോയിരുന്ന് ന്യൂഡൽഹി കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ന്യൂഡൽഹി കാണുന്നത് അമ്മയും ഞാനും ഏട്ടനും പിന്നെ ഒരു കാളിയർത്തി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഒരു 4 ആൾ പോയിട്ട് സിനിമ കാണുകയാണ്. അപ്പം അന്ന് തിയേറ്ററിൽ എഴുതി കാണിച്ച പേരാണ് ഡയറക്ടർ ജോഷി എന്ന് പറയുന്നത്. അപ്പം വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് വർക്കിന് വിളിക്കുകയും അപ്പം അവിടെ പോയി മീറ്റ് ചെയ്ത് പരിചയപ്പെടുത്തിയപ്പോൾ പുലി പോലെ നിൽക്കുന്നുണ്ട്. നമ്മളങ്ങനെ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞു. കഥ സ്ക്രിപ്റ്റ് റീഡിങ് കഴിഞ്ഞോ എന്ന് ചോദിച്ചു. ആ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പുള്ളി അവിടെ സ്ക്രിപ്റ്റ് റീഡിങ് അല്ല, സ്ക്രിപ്റ്റ് വായിക്കാൻ തന്നു. വായിച്ചതിന് ശേഷമുള്ള മറുപടിക്കായിട്ടാണ് വിളിച്ചത്. അപ്പം ആദ്യമായിട്ട് ചില കാര്യങ്ങൾ അസോസിയേറ്റും ഞാനൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ പറഞ്ഞു, അസോസിയേറ്റ് നമ്പർ തന്നിട്ട് പറഞ്ഞു, ഇത് ജോഷ് സാറിൻ്റെ നമ്പറാണ്, എന്താവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് വിളിക്കാൻ പറ്റണ്ടേ, അത് ജോഷ് സാറിനല്ലേ വിളിക്കുന്നത്, മറ്റുള്ള ഒരു പോലെയല്ലോ. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ഒരു മടി, പിന്നെ എന്ത് പറഞ്ഞ് വിളിക്കുമെന്നുള്ള ഇങ്ങനെ ആലോചിച്ചിട്ട് നിൽക്കുമ്പോഴാണ് സിനിമ ഒരു മെയിൻ ഒരു പോർഷൻ ഉണ്ട്, ഒരു ഡെമ്മി ബോഡി ചെയ്യാണ്ട്, ഒരു കുട്ടിയുടേതും ഒരു ആളുടെ കെട്ടിത്തൂക്കുന്ന ഒരാളുടെയും ബോഡി ചെയ്യണം. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിനെ വിളിക്കുന്നത്. അപ്പം ഇത് വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 3 ദിവസം എടുത്തു. ജോഷ് സാറിന് ഒരു കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് 3 ദിവസം എടുക്കേണ്ടി വന്നു. ഞാൻ ചെയ്ത റെഫറൻസ് ഉണ്ടായിരുന്നു, ഇതാണ് നമ്മൾ ചെയ്യുന്ന സിലിക്കണിലാണ് ഇത് ബോഡി ഇങ്ങനെയായിരിക്കും ചെയ്യുക, ഇതാണ് റിസൾട്ട് എന്ന് പറയണം. പക്ഷെ എനിക്ക് പറയാൻ പറ്റുന്നില്ല ഫോൺ വിളിച്ചിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നേരിട്ട് വാട്സപ്പ് ചെയ്തു. പുള്ളി ആ 2 നീല ടിക്ക് വന്ന ഉടനെ വിത്തിൻ സെക്കൻഡ് പുള്ളി എന്നെ തിരിച്ചു വിളിച്ചു. അപ്പം മറുപടി പറയേണ്ടത് എന്തായാലും പറഞ്ഞല്ലേ പറ്റില്ല. അപ്പം സംസാരിച്ചു, സാർ വളരെ കൂളായിട്ട് തന്നെ സംസാരിച്ചു. അതാണ് ആദ്യത്തെ ഒരു തുടക്കം, ആ ഒരു സിനിമയിൽ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ പുള്ളി ഒക്കെ കാണുന്നത് സിനിമയെ ഞാനൊരു ചെറിയൊരു ടെക്നീഷ്യനാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വലിയ സിനിമയുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. അപ്പം പക്ഷെ പുള്ളി ആ ഒരു പൊസിഷന് തരുന്നൊരു റെസ്പെക്റ്റ് നമ്മളത് ആ സിനിമയിൽ കണ്ടതാണ്. ഇപ്പം അമീർ പറഞ്ഞ ഈ കത്തിയുടെ ഇതേപോലെ സാർ പറഞ്ഞു, കത്തി ഒക്കെ മനസ്സിലായില്ലേ അല്ലേ? ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ കത്തിക്ക് വേണ്ടിയിട്ട് ചിലവാക്കിയത് ഏകദേശം 1 ലക്ഷത്തിൻ്റെ അടുത്ത് പൈസ ചിലവായിട്ടുണ്ട്. ഒരു കത്തി സിനിമയിലുള്ളൂ. അപ്പം ഏതൊരു പ്രൊഡ്യൂസർ ആയാലും അത് ചിലപ്പോൾ ഒരു റിസ്ക്കിയാണ്, ഒരു കത്തിക്ക് വേണ്ടി മാത്രം 1 ലക്ഷം രൂപ ചിലവാക്കുന്നത്. അതെന്താ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ആണ് ശരിക്കും ആ കത്തി ചെയ്യുക എന്നുള്ളത്. 4 കത്തി ഞാൻ ചെയ്തു, അതിൽ ഒരു കത്തിയാണ് ഫൈനലായിട്ടുള്ളത്. അപ്പോൾ ഈ 4 കത്തി ആ സിനിമയുടെ മെയിൻ കഥാപാത്രം സുരേഷ് ഗോപിയുടെ ഉപയോഗിക്കുന്ന ഒരു കത്തിയാണ്. അതേപോലെ തന്നെ നായകനോളം പ്രാധാന്യമുള്ളൊരു ക്യാരക്ടറാണ് ആ കത്തി. ആ സിനിമ കാണുമ്പം മനസ്സിലാവും. അപ്പോൾ ആ കത്തിയുടെ അകത്തുനിന്ന് ഒരു 2 ഷാർപ്പായിട്ടുള്ള ഒരു 2
അറ്റം പുറത്തേക്ക് വരണം, അത് കഴിഞ്ഞ് അത് തിരിഞ്ഞ് വന്ന് വലിക്കുമ്പോൾ തിരിച്ചു വരുമ്പം വെയിൻ കട്ടാവണം. ഇങ്ങനെയൊക്കെയാണ് ആ സ്ക്രിപ്റ്റിൽ അന്ന് കുറച്ച് കൺഫ്യൂഷനുള്ള ഒരു ഏരിയ ആയിരുന്നു. അപ്പോൾ ഈ 4 കത്തി കാണിക്കാൻ അപ്പം അമീർത് കാണുന്നുണ്ട് നമ്മൾ 2-3 പരിപാടികളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. ചിലത് ഇപ്പോൾ എവിടെ ഒരു വീഡിയോ കണ്ടിരുന്നു, ചിലപ്പോൾ നന്നാവും ചിലപ്പോൾ നന്നാവില്ല എന്ന് പറഞ്ഞ പോലെ ശരിയായാലും ശരിയായിട്ടില്ലെങ്കിൽ ശരി, ഞാൻ ഇതിൻ്റെ ഒരു സ്കെൽറ്റൻ ആദ്യം ചെയ്തു. പിന്നെ ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കത്തിയുടെ വണ്ണം, കാരണം ഈ കത്തിയുടെ മൂവ്മെൻറ്റ് ഉള്ളതിനനുസരിച്ച് നമ്മൾ അതിനകത്ത് എക്യുപ്മെൻറ്റ് കൂട്ടണം. സ്പ്രിങ്, അതിൻ്റെ മാഗ്നറ്റ്, തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിന് വേണ്ടി വരും. അങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതുകൊണ്ടാണ് ആ കത്തി ഇത്ര ഒരു വിഷയമായത്. പക്ഷേ നമ്മൾ കൊടുത്ത കത്തി പ്രാർത്ഥിച്ചു കൊടുത്തു, ആ സാധനം സക്സസ് ആയിരുന്നു. ഭയങ്കര രസമായിട്ട് തോന്നുന്നത് എന്താ പറയുക, നിമേഷ് ജോഷി സാറ് വിളിക്കാൻ 3 ദിവസം എടുത്ത്. പക്ഷെ ഒരുമിച്ച് ഒരു രാത്രി നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അമീർ മിസ് കോൾ ചെയ്ത് ജോഷി സാർക്ക്. തിരിച്ചു വിളിച്ച് അമീറിന്റെ അത്ര കുറെ അത് ഭയങ്കര രസമുള്ള സംഭവം അല്ലേ. ജോഷി സാർക്ക് മിസ് കോൾ ഇട്ടിട്ട് തിരിച്ചു വിളിക്കാൻ പറഞ്ഞേ. മിസ് കോൾ ഇട്ടിട്ട് തിരിച്ചു വിളിക്കുന്നതല്ല, സാറ് ഫോൺ അതൊക്കെ വന്നിട്ട് നോക്കിയിട്ട് സാർ ആവശ്യം തിരിച്ചു വിളിക്കല, അതാണ് സംഭവം. അല്ലാതെ ഞാൻ മിസ് കോൾ തിരിച്ചു വിളിക്കുന്നതല്ല. അതേപോലെ റാഫിജിക്ക് ദുബായ് മാളിൽ വെച്ചിട്ട് മമ്മൂക്കൻ ഒരു അപൂർവ ഒരു സംഗതി ഉണ്ടായിട്ടുണ്ടായിരുന്നു, അത് പറയോ? ദുബായ് മാളിൽ ഞാൻ ഒരു മൊബൈൽ വാങ്ങിക്കാൻ പോയപ്പോൾ ശശി സാറിൻ്റെ ഒരു പടം അവിടെ ഷൂട്ടുണ്ടായിരുന്നു. അവനതിന് ശേഷം എടുത്തൊരു പടമില്ല, എന്തായാലും പേര് അവനതിന് ശേഷം ശശി സാറ് ഡബിൾ മമ്മൂട്ടി ബൽറാം യസ്താരദാസ് ആ പടത്തിൻ്റെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഒരു കോസ്റ്റ്യൂം എന്തോ പർച്ചേസ് ചെയ്യാൻ നമുക്ക് എന്തോ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ദുബായ് മാളിൽ വന്നായിരുന്നു. ഞാൻ മമ്മൂക്കയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഞാൻ സാറിനോട് ഒരു 3-4 പടം ചെയ്തിട്ടുണ്ട്, ചെറിയ വേഷങ്ങൾ, അപ്പോൾ എന്താ പിന്നെ തുടർന്ന് അഭിനയിക്കാത്തെന്ന് വെച്ചു. മമ്മൂക്കയോട് പറഞ്ഞു, സാറിന് അത്രയുള്ള ഒരു ഗ്ലാമറും പേഴ്സണാലിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ തുടർന്ന് പോകുമായിരുന്നു, പക്ഷെ അതില്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. പിന്നെ കുടുംബത്തിൻ്റെ പ്രാരാബ്ദം പ്രശ്നം കാരണം ഞാൻ ഇതിൽ തന്നെ നല്ല വേഷങ്ങൾ കിട്ടുക ഇനിയും ചെയ്യാമെന്ന് പറഞ്ഞു. നമുക്കറിയാം തീർച്ചയായിട്ടും ചെയ്യണം, അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ മാറ്റി വെക്കരുത്, എന്തായാലും അഭിനയിക്കണം, നല്ല വേഷങ്ങൾ കിട്ടും എന്നൊക്കെ പറഞ്ഞ് സത്യത്തിൽ നമുക്ക് എൻ്റെ തോളിൽ കൈ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് നടന്നു. അപ്പം അതിന് ശേഷം പറഞ്ഞു, ഞാനൊരു റാഡോൻ്റെ ഷോപ്പിലൊന്ന് പോകണം കാണാമെന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പം അതൊക്കെ മമ്മൂക്കാനെ കാണാൻ ആഗ്രഹിച്ച പഴയ കാലഘട്ടങ്ങൾ ഓർക്കുമ്പോൾ ഒരു വലിയൊരു ഭാഗ്യം. മരണത്തിനെ കുറിച്ച് എന്തോ പറഞ്ഞില്ലേ? മരണത്തിനെ കുറിച്ച് എന്തോ പറഞ്ഞല്ലോ മമ്മൂക്കാനോട് തോള് കൈ വെച്ചപ്പോ? അത് അവിടെ നിന്നല്ല, അത് വേഷത്തിന്റെ ഷൂട്ട് എടുക്കുന്ന സമയത്ത്. അന്നാണ് ഞാൻ മമ്മൂക്കാനെ ഫസ്റ്റ് കാണുന്നത്. മമ്മൂക്ക അവിടെ ഉണ്ടെന്ന് അറിയാം, സത്യത്തിൽ വേഷം മമ്മൂക്കാന്റെ പടം എന്ന് പറയുന്നത്. പക്ഷെ മമ്മൂക്ക അവിടെ ഉണ്ടെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അവിടെ ഷൂട്ട് എടുക്കുന്ന വീട്ടിലേക്ക് പോകുമ്പോഴൊക്കെ ഭയങ്കര രസമുള്ള സംഭവമായിരുന്നു. കാരണം ഇന്ദ്രൻ സേതു പടത്തിൽ ആനപ്പുറത്ത് കയറിയിട്ട് അപ്പുറത്ത് ചാടുന്ന പോലെ ഗേറ്റ് ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു, അങ്ങോട്ട് കയറാൻ പറ്റില്ല. ഞാൻ അവിടുന്ന് റസാഖ് സാറിനൊന്ന് കാണേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഗേറ്റ് തുറന്നത്. സത്യത്തിൽ അന്ന് റസാഖ് സാറിനെ അവിടെ വെച്ച് കാണാൻ പോകുന്നുള്ളൂ. അപ്പോൾ അവിടുന്ന് മമ്മൂക്കാനെ കാണും. അപ്പോൾ ആദ്യമായിട്ട് മമ്മൂക്കാൻ്റെ അടുത്ത് നിന്നിട്ട് ഞാൻ പറഞ്ഞു, മമ്മൂക്ക ഈ സാഹചര്യത്തിൽ ഞാൻ മരിച്ചാൽ എനിക്ക് പ്രശ്നം തോന്നാത്തൊരു നിമിഷമാണ്. കാരണം ഞാൻ അത്രമാത്രം ഒന്ന് കാണാൻ ആഗ്രഹിച്ചു, പക്ഷേ ഇത്ര പെട്ടെന്ന് ആഗ്രഹം സാധിക്കുമെന്ന് വിചാരിച്ചില്ല. ഈ നിമിഷം ഇനി മരിച്ചാലും കുഴപ്പമില്ലെന്ന് മമ്മൂക്കയോട് ഞാൻ പറഞ്ഞിട്ട്. അല്ല, മമ്മൂക്കൻ്റെ പറയുമ്പോൾ നമുക്ക് പിന്നെ ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ വരും പിന്നീട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ അബ്രഹാമിൻ്റെ സന്തതികൾ എന്ന് പറഞ്ഞ പടത്തിൻ്റെ കോസ്റ്റ്യൂം പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നു മമ്മൂക്കയുടെ കൂടെ. അതൊരു 12 മണിക്കൂറോളം മമ്മൂക്കയുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. ലാലേഷ്, പിന്നെ അബി ഉണ്ടായിരുന്നു കോസ്റ്റ്യൂമർ, ഞാൻ, മമ്മൂക്ക. അപ്പം ഞാൻ മമ്മൂക്ക ഡ്രസ്സ് ഇട്ട് നോക്കുന്ന ഓരോ ഷർട്ടും ഞാൻ വാങ്ങി എൻ്റെ വണ്ടിയിലാണ് വെക്കുന്നത്. അപ്പോൾ ഒരു കോട്ട് വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതും പിടിച്ച് നടക്കും പറഞ്ഞു, അത് ഭയങ്കര വെയിറ്റാണ്, എന്തിനാണ് പിടിച്ച് നടക്കുന്നത്, വണ്ടിയിൽ വെച്ചിട്ട് പോരാ, ഞാൻ അടുത്ത ഷോപ്പിൽ ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. ഞാൻ പറയും, നമുക്ക് ഇത് വണ്ടിയിൽ വെക്കണമെങ്കിൽ എനിക്കൊരു 2 കിലോമീറ്റർ നടക്കണം, കാരണം പാർക്കിംഗ് അത്രയും ദൂരമായിരിക്കും. ഞാൻ പിടിച്ചോളാം, കുഴപ്പമില്ലെന്നുള്ളൂ, ഒന്നുമല്ല മമ്മൂക്കാൻ്റെ ഡ്രസ്സല്ലേ, ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസൊക്കെ ഭയങ്കര സംഭവമായിട്ട് എനിക്ക് തോന്നി. സ്റ്റാർട്ടറിലാണല്ലോ സൂരജ്, സ്പോട്ട് എഡിറ്ററായിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ മട്ടാഞ്ചേരി ഫോർട്ട് വെച്ചിലെ ആ ഷൂട്ടിങ്ങിന് പോകുന്നത്? അത് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം നമ്മളവിടെ
വന്നിറങ്ങുന്നു. പിന്നെ അന്ന് എനിക്ക് ഓർമ്മ സൗണ്ടിൻ്റെ ജിത്തു പറഞ്ഞില്ല, ശ്യാമായിരുന്നു അതിൻ്റെ സ്പോട്ട് എഡിറ്റർ. അലി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ സുഹൃത്ത് എഡിറ്റർ പറഞ്ഞിട്ട് പോയതായിരുന്നു. അപ്പോൾ അവിടെ വന്നിറങ്ങുന്നു. അപ്പോൾ ജിത്തു എന്ന് പറഞ്ഞിട്ടുള്ള സൗണ്ടിൻ്റെ പുള്ളി നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ ഞാനിങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് മമ്മൂക്കനെ കണ്ടു. ഇങ്ങനെ നിന്ന് കുറച്ച് നേരം സ്റ്റക്കായിട്ട് ജീൻസ് പാൻറ്റും ജീൻസ് ഷർട്ടൊക്കെ ഇട്ടുള്ള പരിപാടിയിൽ. അപ്പം ശ്യാമ അങ്ങോട്ട് വന്നു. ശ്യാമ നീ എന്താ ഇവിടെ നിൽക്കുന്നത്, പരിപാടി പണി തുടങ്ങ്, മമ്മൂക്കനെ നീ നമുക്ക് കാണാം. ഞാൻ ആ ഒരു ഇതിൽ നിൽക്കുക. പിന്നെ അതിനുശേഷം ശ്യാമിനോട് പറഞ്ഞു ഞാൻ ഇവിടെ താനൂർ എന്നാണ് പറഞ്ഞു. അപ്പോൾ താനൂർ നിങ്ങളെ ഒരാളുണ്ടല്ലോ മെയിൻ ആൾ അമീർ താനൂർ. അങ്ങനെ അമീർ സാറ് കാണുന്നു, പരിചയപ്പെടുന്നു. പിന്നെ അങ്ങനെ പിന്നീട് അമീർ സാറ് ആയിട്ടുള്ള ബന്ധങ്ങൾ പുള്ളിയുടെ മേക്കിംഗ് വീഡിയോ അധികം എഡിറ്റിങ്ങിനൊക്കെ ഏൽപ്പിക്കാറുണ്ട്. പിന്നെ ചില സിനിമകളിൽ ലൊക്കേഷനിൽ പോകാറുണ്ട്. ഇതൊക്കെയായിരുന്നു അനുഭവങ്ങൾ. പിന്നെ ഷൈനേട്ടൻ അതുപോലെ നമ്മൾ പണ്ട് സിനിമകളിൽ എറണാകുളത്ത് ഭയങ്കര ഒരു രസമുള്ള ഒരു അനുഭവങ്ങളായിരുന്നു. ചെന്നൈക്കൂട്ടം. പിന്നെ അതുപോലെ ഉണ്ണിയേട്ടനാണെങ്കിൽ നമ്മൾ താനൂരത്തെ ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ, ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു എനിക്കിവിടെ. അപ്പോൾ അത് ഷൈനേട്ടൻ അപ്പുറത്ത് ഉണ്ടായിരുന്നു. പിന്നെ ഷാജിയേട്ടൻ നമ്മുടെ ആധാരം പരിപാടികളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മുടെ സിനിമാ ചർച്ചകൾ എന്നും ഉണ്ടായിരുന്നു വൈകിട്ട്. അതൊരു ഭയങ്കര രസമുള്ള ഇതായിരുന്നു. എല്ലാം വർക്കുകളെല്ലാം നമ്മൾ ഒരുമിച്ചായിരുന്നു ചെയ്തിരുന്നത്. ഉണ്ണിയേട്ടൻ്റെ ഈ മ്യൂസിക് വീഡിയോ ആണെങ്കിലും ഷൈനേട്ടന് അധികം ക്യാമറ. പിന്നെ നിമേഷ് ചേട്ടൻ്റെ ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു, ഫെഫ്ക അതിന് വേണ്ടിയിട്ടായിരുന്നു സിഗ്നേച്ചർ. അപ്പോൾ അതിൻ്റെ ക്യാമറ ചെയ്തിരുന്നത് ഞാനായിരുന്നു. അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഒരു ഭയങ്കര രസമുള്ള അനുഭവങ്ങൾ അപ്പോഴേ. അപ്പോൾ ആ ഷോർട്ട് ഫിലിമിൻ്റെ ഇത് നിമേഷ് ചേട്ടൻ പറയും. അത് സിഗ്നേച്ചർ ഫിലിം എന്ന് പറഞ്ഞ ഒരു ഫിലിം ഫെസ്റ്റിവൽ നമ്മൾ താനൂരിൽ സിനിമ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിരുന്നു. ഇവിടെ ഒരുപാട് സിനിമ ഇഷ്ടപ്പെടുന്നവരാണ് താനൂരുള്ളവർ അധികം പേരും. പക്ഷേ നമുക്കിപ്പോൾ സിനിമ തിയേറ്ററില്ല, താനൂരിൽ നിന്ന് സിനിമ കാണാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതൊക്കെ മാറിട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പം ആ സമയത്ത് അതിനൊരു സിഗ്നേച്ചർ ഫിലിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഷോർട്ട് ഫിലിം ചെയ്തത്. അത് കുഴപ്പമില്ലാതെ വന്നു എന്നാണ് വിശ്വസിക്കുന്നത്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഡയറക്ഷൻ അറിഞ്ഞിട്ടൊന്നുമില്ല. ഇതേപോലെ തന്നെ ഉണ്ണി എന്നെ ആദ്യമായിട്ട് ഷോർട്ട് ഫിലിമിൽ ആ ഡയറക്ഷന് വിളിക്കുന്ന സമയത്ത് എന്നെ അല്ല വിളിച്ചത്. മൂലക്കിൽ ഇറങ്ങി ഞാൻ ഫൈൻ ആർട്സ് ചെയ്യുമ്പം അതിൻ്റെ കൂടെ ഒരു കൊമേഴ്ഷ്യൽ ആർട്സിൽ ചുമരെഴുത്തും പരിപാടിയൊക്കെ ആയിട്ട് പോയിരുന്ന സമയത്ത് അത് കഴിഞ്ഞ് വൈകുന്നേരം വന്ന് ഇറങ്ങിയപ്പം അവിടെ STD ബൂത്തിൽ ബാബുരാജുണ്ട്. ബാബുരാജും നിങ്ങളും തമ്മിലാണ് ഇൻട്രാക്ഷൻ ഉണ്ടായിട്ടുള്ളത്. ഇവർ തമ്മിൽ സംസാരിച്ചൊരു ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുന്നുണ്ട്, ആ ടീമാണ് അവരെന്ന് പറഞ്ഞപ്പം നിങ്ങൾ താഴെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പം അവരോട് പറഞ്ഞു തോന്നുന്നു ഞാനിങ്ങനെ ആർട്ടിസ്റ്റാണ്, ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിമിൽ ഇവർക്ക് ചാൻസ് കൊടുത്തൂടെ എന്ന് ചോദിച്ചിട്ട് ബാബുരാജാണ് കൊടുത്തത്. എനിക്കറിയില്ല നിങ്ങൾ ഫിലിമിൻ്റെ ആൾക്കാരാണോ എന്താണെന്നുള്ളത്. അങ്ങനെ അതിൽ വിളിച്ച് അപ്പോൾ ഞാൻ പോയി. എനിക്ക് പരിപാടി എന്താണെന്നൊന്നും അറിയില്ല. ഉത്തമനിലൂടെയാണ് നമ്മൾ സിനിമ കേട്ട് പരിചയം. ഉത്തമൻ ഞങ്ങളെ മൂലക്കുള്ള ഒരു കൂട്ടായ്മയിൽ, അത് സിനിമയൊന്നുമല്ല, സൗഹൃദ വലയത്തിലുള്ള ഒരു ആൾക്കാരാണ്. എപ്പോഴും ചൈത്രം എന്ന് പറഞ്ഞൊരു ക്ലബ്ബ്, അതേപോലെ കൈരളി എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. അതിനുശേഷം ചൈത്രത്തിൽ ഒരു കയ്യെഴുത്ത് മാസിക പരിപാടി, ഇങ്ങനെയുള്ള സാഹിത്യ പ്രവർത്തനമായിരുന്നു ആദ്യത്തെ ഇത് പരിപാടി. അതിൽ നിൽക്കുമ്പോഴാണ് ഉത്തമൻ ഞങ്ങളെല്ലാവരും കൂടെ ഭയങ്കര ഒരു ബന്ധം ഇതാവുന്നത്. അങ്ങനെ അന്നത്തെ നമ്മളെ നാട്ടിലെ ആദ്യത്തെ സിനിമാക്കാരനാണ് ഉത്തമൻ. അപ്പോൾ ഉത്തമൻ പറയും നാട്ടിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, പിന്നെ അത് സെറ്റടിക്കുക എങ്ങനെയാണ്, ചാക്കടിച്ചിട്ട് പ്ലാസ്റ്റർ പൂശും അങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ടുള്ള പരിചയം കൊണ്ടാണ് ഞാൻ ഉണ്ണിയുടെ ഷോർട്ട് ഫിലിമിൽ ആ ഡയറക്ഷൻ ആയത്. അതിൻ്റെ പണിയൊന്നും പറഞ്ഞിട്ടില്ല, ഈ കേൾവിയിൽ വെച്ചിട്ട് ആ ഡയറക്ഷനിൽ തുടങ്ങിയതാണ്. പിന്നെ കുറേ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം 1-2 വർഷം കഴിഞ്ഞിട്ടാണ് ഉത്തമൻ ഒരു ചെറിയ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് വിളിക്കുക. ഒരു ഫോട്ടോ വേണം. ഹിരോഷിമ നാഗസാക്കിയിൽ ഒരു സ്ഫോടനം നടന്ന സമയത്ത് ഒരു കുട്ടി ഡ്രസ്സില്ലാതെ ഓടുന്ന ചെറിയൊരു കുട്ടി, ആ കുട്ടി പിന്നീട് അവിടുത്തെ കളക്ടറായി. ആ ചിത്രത്തിന് വേണ്ടിയിട്ടാണ് ഉത്തമൻ വിളിക്കുന്നത്. അപ്പം ഈ സാധനം എൻ്റെ അടുത്തുമുണ്ട്. പിന്നെ എൻ്റെ മാതൃഭൂമി, അതെ, മാതൃഭൂമിയിൽ നിന്ന് എടുത്തിട്ട് ഈ സാധനം കൊണ്ടേ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒറ്റപ്പാലത്തേക്ക് വിളിച്ച്
അപ്പോൾ പിറ്റേ ദിവസം ലുക്മാൻ്റെ കല്യാണമുണ്ട്. അപ്പം ഞാൻ അവിടെ പോയി, ഈ പടം കൊണ്ട് പോയി. അവിടെ പോയപ്പം ഇവർ അവിടെ ഇല്ല. അന്ന് ഇപ്പോൾ മൊബൈലും കാര്യങ്ങളൊന്നും ഇല്ല. എന്നിട്ട് അവിടെ പോയി, അവിടെ എത്തിയപ്പോൾ ഒരു വണ്ടി വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വലിയൊരു സ്ക്രീന് വെച്ചിട്ടുണ്ട് അത് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉത്തമനും ഗോപനും ആരൊക്കെയോ നാദാട്ടനും അല്ല ആ ഡയറക്ടറും എല്ലാം കൂടെ പുറത്ത് പോയതാണ്. അപ്പോൾ ഇവർ വരാൻ വേണ്ടി വന്നിട്ട് കണ്ടിട്ട് പോകാമെന്നുള്ള രീതിയിൽ അവിടെ നിൽക്കുമ്പോഴാണ് ഇവർ വന്നപ്പോൾ ഞാൻ നൂലടിക്കാനും ഇത് വരയ്ക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർ വരുമ്പോൾ എന്തൊക്കെയോ പരസ്പരം പറയുന്നുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു, കുറച്ച് ദിവസം ഇവിടെ നിന്നൂടെ എന്ന് ചോദിച്ചു. അപ്പം കൂടെ ഉള്ളവരും എല്ലാവരും ചോദിച്ചു. അവരെ നേരത്തെ അറിയാം, ഉത്തമൻ്റെ വീട്ടിൽ ഇവർ വന്നിട്ടുള്ള പരിചയത്തിൽ നേരത്തെ 1-2 പേരെ അറിയാം. അതാണ് എൻ്റെ സിനിമാ ജീവിതത്തിലേക്കുള്ള ആദ്യത്തെ വഴി തുറക്കൽ. അത് ഉത്തമൻ തന്ന ഒരു സ്പേസാണ് ഞാനിന്ന് ഇവിടെ നിന്നിട്ടുള്ളത്. പറയുമ്പം ഒരു ഒരു എന്താ പറയുക, ഒരു ഭയങ്കരമായിട്ടുള്ളൊരു അനുഭവം തന്നെയാണത്, ആദ്യത്തെ സിനിമ അനുഭവം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഒരവസരമേ തരാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ അവസരം വെട്ടിപ്പിടിക്കണം. പിന്നെ അവിടെ നിന്ന് 1-2 പടങ്ങളിൽ ഉത്തമന് അവസരം തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിലൂടെ ആ ട്രാക്കിലൂടെ പോയിട്ടുണ്ട്. പിന്നീടുള്ള അവസരങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുക തന്നെ വേണം. അതൊരു പുതിയ വരുന്ന അല്ലെങ്കിൽ സിനിമയെ കാണുന്നവർ, സിനിമാക്കാരൻ അല്ലെങ്കിൽ സിനിമയിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കാനുള്ളൊരു ചെറിയൊരു ഉപദേശമാണ് അത്. എൻ്റെതല്ല പറയണത്, പൊതുവെ എൻ്റെ അനുഭവമാണ് ഞാൻ പറയണത്. നമ്മളെ സ്പേസ് ഉണ്ടാക്കി തന്നെ പറ്റണം. അതേപോലെ നമ്മളുടെ കഴിവ് മറ്റുള്ളവരുടെ അടുത്ത് എത്തിയിട്ട് കഴിവ് അറിയിക്കാനുള്ള ഒരു പക്വതയും കൂടെ നമ്മൾ കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ എത്തില്ല. ഞാൻ എൻ്റെ അനുഭവം കൊണ്ടാണ് പറഞ്ഞത്. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ അറിയിക്കണം. ഇത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് അയാളുടെ കഴിവ് തന്നെയാണെന്നുള്ളത് അംഗീകരിക്കപ്പെടാനുള്ളൊരു സാഹചര്യം കൂടെ ഉണ്ടാവണം. അല്ലെങ്കിൽ ബാക്കിലിരുന്ന് നമ്മളിങ്ങനെ ഒന്നും അല്ലാതായി പോകരുത് എന്നുള്ള ഒരു ഇതുണ്ട്. അവിടെ നിന്നാണ് സിനിമ തുടങ്ങുന്നത്. സ്വർണ്ണക്കൊക്കുകൾ എന്നായിരുന്നു ആ പടത്തിന് അന്ന് പേരിട്ടുള്ളത്. പിന്നീട് സൗമ്യം എന്ന് പറഞ്ഞു. പിന്നീടുള്ള സിനിമാ ജീവിതം കുറേ, അന്നത്തെ കാലത്ത് സിനിമ കുറച്ച് ക്ലേശകരമാണ്, സാമ്പത്തികമായിട്ടും മറ്റുള്ളൊക്കെ പല സിനിമകൾ തുടങ്ങി അവിടെ നിൽക്കും, അങ്ങനെയുള്ള കാലങ്ങളായി. പിന്നീട് അങ്ങ് മാറി സിനിമ, എന്താ പറയുക, കൊമേഴ്ഷ്യൽ സ്പേസിലേക്ക് മാറി. ഇതൊരു വാണിജ്യ വരുമാനങ്ങളിലുള്ള സിനിമകൾ തന്നെ മലയാള സിനിമയിൽ വരികയും, അതിൻ്റെ മുന്നേ ഇല്ല എന്നുള്ളതല്ല, ബഡ്ജറ്റ് വൈസ് മാറ്റം വന്നു. അതിൻ്റെ കൂടെ സഞ്ചരിക്കാൻ പറ്റി. ഇപ്പോൾ ഏകദേശം 66ഓളം സിനിമകളിൽ അസിസ്റ്റൻ്റായിട്ടും അസോസിയേറ്റായിട്ടും വർക്ക് ചെയ്ത് ഇപ്പോൾ ഈ ഏപ്രിൽ 11 റിലീസായ ഇൻഡിപെൻഡൻറ്റ് സിനിമ 30ാമത്തെ സിനിമയാണ്. അപ്പം ഇനിയും അത് തുടരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറയാം. അപ്പോൾ ഉത്തമേട്ടൻ ഇവിടെ കേട്ടിരിക്കുന്നുണ്ട്. ശരിക്കും ഉത്തമേട്ടനെ ഒക്കെ നമ്മൾ ആദ്യം ധൻരാജ് താനൂർ എന്ന് പറഞ്ഞിട്ട് ഈ കായംകുളം കൊച്ചുണ്ണി അല്ലേ, ആ ഒരു സീരിയലിൽ ധൻരാജ് താനൂർ ആരാണിത് നമുക്കറിയില്ല. ഉത്തമേട്ടൻ എന്ന് പറഞ്ഞ ആളെ അറിയാം. അപ്പോൾ ഉത്തമേട്ടൻ അന്ന് നമ്മളൊക്കെ ഇതിൻ്റെ ഒരു താല്പര്യമുണ്ട്, ഇഷ്ടത്തോടെ കാണുന്ന പേര് ധൻരാജ് താനൂർ. പിന്നെ ഷാജി കേബർ എന്ന് പറഞ്ഞിട്ട് ഒരാളെ കേൾക്കുമായിരുന്നു നമ്മൾ ഒരു സമയത്ത്, അന്നത്തെ മ്യൂസിക് വീഡിയോ ചെയ്യുന്നത്. അത് കുറേ കാലം മുന്നെയാണ്. ഇന്നത്തെ യൂട്യൂബ് ഒന്നും അത്ര അല്ലേ, യൂട്യൂബ് ഒന്നും ഇല്ല. ആദ്യമായിട്ട് നീയായിരുന്നു എന്നൊരു ആൽബം ചെയ്തു ഫസ്റ്റ് വന്ന് സൂര്യ, പിന്നെ വന്നത് ഏഷ്യനെറ്റ്. ഈ സൂര്യയിലെ ഏഷ്യനെറ്റിലും ആൽബം ചെയ്തു നീയായിരുന്നു ഷാജി കപൂർ. അന്ന് ഷാജി കപൂർ. അപ്പൊ അത് കേട്ടിട്ടാണ് നമ്മളിങ്ങനെ വരുന്നത്. പിന്നീട് അപ്പോൾ ഞാൻ അല്ല, ഇതിന് വലിയ സന്തോഷം എന്താ പറഞ്ഞാല്, അതല്ല ആ ആഗ്രഹം വെച്ചിട്ട് അല്ലേ. അപ്പോൾ പെരുങ്കളിയാട്ടം വരുമ്പോൾ നമ്മളൊരു സ്വപ്നമാണ്, അതിന്റെ പിന്നാലെ ആൾ ഓടിക്കാണ്ടിരിക്കുന്നു. അപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ അല്ല, അത് പിന്നെ തീർച്ചയായിട്ടും അന്ന് ഇവരിനോട് ചോദ്യം ചോദിച്ചല്ലോ, ഓർമ്മ ഉണ്ടോ? ഞാൻ റിലീസ് പറഞ്ഞപ്പോൾ അപ്പോൾ എന്നോട് ഉണ്ണി ചോദിച്ചൊരു ചോദ്യം എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞ ഒരു സിനിമ കഴിഞ്ഞു, നമ്മൾ സ്വപ്നം പൂർത്തീകരിക്കുകയാണ് ജനുവരി 19. അപ്പോൾ ഉണ്ണി പറഞ്ഞതിൽ വെച്ചല്ലേ, എന്തായാലും ഷാജേട്ടാ ഇതൊന്നും എവിടെയൊന്നും ഇറക്കി വെക്കണ്ടേ, ഏതായാലും നിങ്ങൾക്ക് സുവർണാവസരമാണ്, അത് ഇറക്കി വെക്കാൻ പറ്റുമല്ലോ, അതിന് വലിയൊരു കാര്യമാണ്. തീർച്ചയായിട്ടും അത് കാരണം ഒരാളുടെ ചിന്താഗതിയിൽ ഒരാളുടെ ഭാഗത്ത് നിന്ന് ഒരു മറുപടി വരുമ്പോൾ അതിന് എത്രമാത്രം ഉൾക്കൊണ്ടു എന്നുള്ളതും കൂടി എനിക്കത് ബോധ്യപ്പെട്ടു എന്നുള്ള സത്യം. കാരണം ആ ഒരു സംരംഭം അവസാനിക്കുകയാണ് അന്ന്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെതായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു നമ്മളോട് സമാശ്വസിപ്പിക്കുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. അത്തരം ചിന്തഗതിയുള്ളവർക്ക് അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ ഉത്തമേട്ടൻ്റെ ആ ഒരു കാലം ഉണ്ടല്ലോ, നമ്മളെ ധനരാജ് താനൂർ, പിന്നെ കായംകുളം കൊച്ചുണ്ണി, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇല്ലേ ഈ സിനിമയാണോ? ഇൻഡിപെൻഡന്റ് പെരുങ്കാളിയാട്ടോ. പെരുങ്കാളി. ഏതം ഇറങ്ങി അതിനുശേഷം നമ്മളാണ് ആദ്യം ചെയ്തത് അല്ലേ? ഇൻഡിപെൻഡൻ്റ് ആവുന്നത് കായംകുളം കൊച്ചുണ്ണിയാണ്. മറ്റേ അല്ലാതെ ഷോർട്ട് ഫിലിം സീരിയൽ. വരുന്നത്. ഞാനൊരു ഉത്തമനോടൊരു ചോദ്യം കേട്ടെ. ഇപ്പോൾ നിമേഷ് ഇവിടെ നമ്മളെ മലയാള സിനിമയിൽ ഇപ്പോൾ നമ്പർ 1 സ്ഥാനത്തിൽ ഒരാളാണ്, ആർട്ട് ഡയറക്ടറിൽ. ഒരുപാട് അഭിമാനമുണ്ട് കാമുകാർക്ക്. അപ്പോൾ അദ്ദേഹത്തിന് അസിസ്റ്റൻ്റ് ചെയ്യാൻ കൊടുന്നു, അദ്ദേഹം നമ്പർ 1 ഒരാളായി മാറി. നിങ്ങൾ എന്തുകൊണ്ട് ഇത്ര വൈകി ഒരു നമ്മുടെ പടം അല്ലാതെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും കാലം വൈകി ഒരു ഇൻഡിപെൻഡൻ്റ് ആവാൻ എന്താ വൈകിപ്പോയത്? അല്ല, ഇൻഡിപെൻഡൻ്റ് ആകാൻ കുറേ മുന്നേ തന്നെ ഇൻഡിപെൻഡൻ്റ് ആകാൻ വേണ്ടിയിട്ട് പിന്നെ സീനിയർ മാൻഡ്രേക്കില്ലേ, അതിൻ്റെ ആർട്ട് ഡയറക്ടർ ആകാൻ വേണ്ടിയിട്ട് വിളിച്ചത് തന്നെയായിരുന്നു. അങ്ങനെ ഞാൻ നിമേഷൊക്കെ ഉള്ള വർക്കിൽ നിന്നാണ് സീനിയർ മാൻഡ്രേക്കിന് പോയി. അന്നൊക്കെ യൂണിയനിലൊരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. യൂണിയനിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു വർക്ക് കഴിഞ്ഞാൽ ആർട്ട് ഡയറക്ടർ ആയി കഴിഞ്ഞാൽ പിന്നീട് അസോസിയേറ്റ് ആയിട്ടോ അസിസ്റ്റൻ്റ് ആയിട്ടോ പിന്നെ പോകാൻ പാടില്ല. അപ്പോൾ അതോടുകൂടിയിട്ട് നിർത്തണം. അപ്പം അന്നിൻ്റെ മേഖലയിൽ സിനിമ മാത്രമല്ലേ ജീവിതം, അപ്പം എന്നും ചെയ്യാലോ, വെറുതെ ഇപ്പം തന്നെ അപ്പോൾ ഒരു സെറ്റപ്പായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയാൽ മതി എന്നുള്ള രീതിയിൽ തന്നെ പോകണം. അവിടുന്ന് പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് PSC കിട്ടുന്നതുകൊണ്ട് അങ്ങോട്ട് മാറിപ്പോണുള്ളൂ. അല്ല, PSC കിട്ടുന്നത് എന്നെ വെച്ച് പോകാൻ ഒരുപാട് കാലം മുന്നേ സിനിമയിലുണ്ടല്ലോ. അല്ല, സിനിമയിൽ തന്നെ അന്ന് യൂണിയൻ്റെ ഒരു ഇത് മാറാത്തത് കൊണ്ടുണ്ടല്ലോ. ഇൻഡിപെൻഡൻ്റ് ചെയ്താൽ പിന്നെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇല്ല, അതങ്ങനെ ആർട്ട് ഡയറക്ടർ യൂണിയനിൽ മാറിയില്ല. ഇപ്പം അത് മാറി. നിമേഷ് പറഞ്ഞത് കറക്റ്റ് നിമേഷ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആർട്ട് ഡയറക്ടർ ആയി കഴിഞ്ഞാൽ പിന്നെ ആർട്ട് ഡയറക്ടർ വേറൊരു അസോസിയേറ്റ് ആക്കി താഴത്തോട്ട് വരാൻ മടിക്കും. അപ്പൊ നന്നായിട്ട് ഞാൻ എനിക്ക് ഓർമ്മ സീരിയൽ ചെയ്യുന്ന കാലത്ത് ഞാനും റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾ കണ്ടുവിട്ടില്ലേ, അവൻ പറഞ്ഞ് ഞാൻ വരുന്നില്ല, എനിക്ക് KSRTC ഇങ്ങനെ ജോലി കിട്ടി, നീ കുറെ കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞാൽ ലീവൊക്കെ എടുത്ത് വരണം, നമ്മളെ പണിയുണ്ടല്ലേ. ഞങ്ങൾ കുറെ സീരിയൽ പണ്ട് വർക്ക് ചെയ്തിരുന്നു, ചാരുലത, അനാമിക. പിന്നെ നമ്മള് പിന്നെ ഉണ്ണിമൂന്നൊരു പടം ചെയ്തില്ലേ, ലാസ്റ്റ് സപ്പർ. പിന്നെ സിനിമയില് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റിയത് ആർട്ട് ഡിപ്പാർട്ട്മെന്റിന് തന്നെയാണ്. കാരണം എല്ലാ ലൊക്കേഷനിലും പിന്നെ ആദ്യം നമ്മൾ ചിലപ്പോൾ 2-3 മാസം മുന്നേ എത്തും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ സെറ്റ് ഇട്ടത് ഇപ്പം അതിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ലോർഡ് ലിവിങ്സ്റ്റൺ 7000 കണ്ടി എന്ന് പറഞ്ഞിട്ടൊരു പടം ഉണ്ടായിരുന്നു, കുഞ്ചാക്കോ ബോബൻ്റെ ഒക്കെ. അത് രാജാക്കാട് ഭാഗത്ത് അവിടെ ഒരു കാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 3 മാസത്തോളം ആ കാട്ടിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. അതൊരു എത്ര കിലോമീറ്റർ ഉള്ളിലേക്ക് ജീപ്പിന് പോയി. ആദ്യം നമ്മളെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് പിന്നെ അവിടുത്തെ ജീപ്പിന് ഉള്ളിൽ പോകണം. അപ്പോൾ അവിടുത്തെ ജീപ്പല്ലാതെ അവിടേക്ക് പോവില്ല. അവിടെ പോയി ഇത് 40 അടി മുകളിൽ നമ്മൾ ഒരു ഗ്രാമം സെറ്റിട്ടിട്ട് മരത്തിൻ്റെ മുകളിൽ അതിൻ്റെ അത്രയും രീതിയിൽ 3 മാസത്തോളം ഈ കൊടും കാട്ടിലൊക്കെയാണ് ഉണ്ടാകല്. അപ്പോൾ നമ്മൾ പോകാൻ പറ്റാത്ത കുറേ സ്ഥലത്ത് നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടല്ലോ, അത് ആർട്ടുകാർക്ക്. മറ്റുള്ളവരൊക്കെ സിനിമ ഷൂട്ട് തുടങ്ങണ അന്ന് എത്തും, ഞങ്ങളാണെങ്കിൽ സിനിമ പിന്നെ തുടങ്ങണതിന് മുന്നേ തൊട്ട് അവ നാട്ടുകാരായിട്ട് ഒരുവിധം നാട്ടിലൊക്കെ നമ്മൾ നാട്ടുകാരായിട്ട് ജീവിക്കാൻ പറ്റും. മറ്റുള്ള സിനിമ ടെക്നീഷ്യന്മാർക്ക് എന്ന് പറഞ്ഞാൽ ഷൂട്ടിങ്ങിൻ്റെ ഒപ്പം പോയി തിരിച്ച് പോകേണ്ടി ഞങ്ങൾക്ക് അവിടെ ഇങ്ങനെ ജീവിക്കാൻ പറ്റും. പിന്നെ ആർട്ടിൻ്റെ വർക്ക് എന്താണെന്നുള്ളത് ശരിക്കും നമ്മൾ പഞ്ചപാണ്ഡവരിൽ ആദ്യം എത്തിയെന്നുണ്ടെങ്കിലും അവർ സെറ്റപ്പുകൾ ഇരുന്നുണ്ടായിരുന്നു. ഒരു സെറ്റ് എന്ന് പറഞ്ഞിട്ട് ആർട്ടിൽ കൂടുതലുണ്ടായിരുന്നു. KK ഹരിദാസിൻ്റെ പടം, കലാഭവൻ മണി ഒക്കെ ഉള്ളൊരു പടം. പിന്നെ ശരിക്കും രണ്ടാമത്തെ ഒരു പടം വന്നപ്പോഴാണ് എന്താണ് ആർട്ട് എന്നുള്ളത് ശരിക്കും മനസ്സിലാവുന്നത്. പുത്തൂർ ഉണ്ണിയാർച്ച എന്ന് പറഞ്ഞത് അത് പഴയ കാലഘട്ടം ആയതുകൊണ്ട് ആ പഴയ കാലഘട്ടം ഫുള്ള് പിന്നെ ഉണ്ടാക്കിയെടുക്കണ്ടായിരുന്നു. അന്നാണ് ചെന്നൈയിൽ നിന്ന് പിന്നെ കാർപ്പൻറ്റേഴ്സ് വരുന്നതും ഈ മോൾഡേഴ്സ് വരുന്നത്, പെയിൻറ്റേഴ്സ് വരെ അന്ന് തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇവരൊക്കെ കൂടി ചെയ്യുമ്പോൾ ഒരു സിനിമൻ്റെ വേറൊരു ചെന്നൈ ടീം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടുന്ന് ശരിക്കും പരിചയപ്പെടുന്നത് ഈ പുത്തൂർ ഉണ്ണിയാർച്ച തൊട്ടിട്ടാണ്. പിന്നെ അവിടുന്ന് പറക്കും തെളിയൊക്കെ പിന്നെ അങ്ങോട്ടുള്ളതൊക്കെ സെറ്റ് വർക്ക്. ഫാൻറ്റം വൈലി എന്ന് പറഞ്ഞത് ആ മറയൂർ ഈ ക്യാബേജ് ഇതിൻ്റെ ഒക്കെ ഒരു തോട്ടത്തിൽ, ക്യാരറ്റ് തോട്ടത്തിലൊക്കെ അവിടെ സ്ഥലം മൊത്തം എടുത്തിട്ട് അവിടെയാണ് മമ്മൂട്ടിയുടെ ആ വീടൊക്കെ അവിടെ തന്നെ സെറ്റ് ചെയ്യായിരുന്നു. അവിടെയൊക്കെ ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എന്താ പറയുക, നല്ലൊരു അനുഭവമായിരുന്നു. എല്ലാ സ്ഥലത്തും പോയിട്ട് ജീവിക്കാൻ പറ്റും. പിന്നെ ഇങ്ങനെ ഇപ്പം അങ്ങോട്ട് ഒന്ന് മാറിയെന്നുള്ളൂ. ഇനി എന്തായാലും അങ്ങോട്ട് തന്നെ തിരിച്ചു പോകണം. ഷൈൻ ഉണ്ടല്ലോ, നമ്മളെ ബ്ലെസ്സി സാറ് പടങ്ങൾ ഷൈൻ 2-3 വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. എന്താ പാട് ജീവിതം കാണുമ്പോൾ ബ്ലെസ്സി സാറ് പടങ്ങൾ
അത് വർക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ അവസ്ഥ എന്തായിരുന്നു? ആടുജീവിതം ശരിക്കും മിസ്സായതായിരുന്നു. അത് കുറേ സമയം അങ്ങ് നീണ്ടു പോയതുകൊണ്ട് മാത്രമേ അതിൽ വർക്ക് ചെയ്യാൻ പറ്റാതിരുന്നത്. ശരിക്കും ലസിസാറിൻ്റെ പടം പലപ്പോഴും ക്യാമറയ്ക്ക് പുറകിൽ നിന്ന് നമ്മൾ കാണുമ്പോൾ, ഷൂട്ട് നടക്കുന്നത് കാണുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കാറുണ്ട്, ഒരു ഡയറക്ടർ ഇത്രയധികം എഫേർട്ട് എടുക്കുന്നത്, എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് അയാളൊരു സിനിമ, അദ്ദേഹം ഒരു സിനിമ ചെയ്യുന്നതെന്ന് നമുക്ക് തിയേറ്ററിൽ ആ സിനിമ വരുമ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അദ്ദേഹത്തിന് ഒട്ടുമിക്ക സിനിമകളിലും വർക്ക് ചെയ്യാൻ പറ്റി, ഒരുപാട് എക്സ്പീരിയൻസ് ആണ്, ഒരുപാട് അറിയാൻ പറ്റി. നമ്മൾ കാണുന്ന കാഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് ഒരു സിനിമ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് ശരിക്കും അത്തരത്തിലൊരു സാഹചര്യത്തിലാണ്. എന്തായാലും അമീറോട് താങ്ക്സ് പറയുന്നത്. അമീറിലൂടെയാണ് ഞാൻ ബ്ലസ്സിസാറിൻ്റെ സിനിമകളിൽ എത്തിയത്. കൽക്കത്ത ന്യൂസ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ചെറിയ പ്രായത്തിൽ നമ്മൾ ഇന്ത്യയിലെ ഒരു ഏറ്റവും വലിയൊരു റെഡ് സ്ട്രീറ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പം വല്ലാത്തൊരു കൗതുകം, എന്തൊരു ഫീലിലാണ് നമ്മൾ പോകുന്നത്. അവിടെ എത്തിയപ്പോഴാണ് ശരിക്കും യഥാർത്ഥ മനുഷ്യൻ്റെ അവസ്ഥ കണ്ടതും നമ്മളിപ്പോൾ ജീവിക്കുന്നതൊക്കെ ശരിക്കും സ്വർഗം എന്ന് പറഞ്ഞാൽ പോലെ അതിലും മേലെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയതും. ആകെ 2 സിനിമകൾക്ക് മാത്രമാണ് അത്ര അനുമതി കിട്ടിയിട്ടുള്ളത്. കൽക്കട്ടയിലെ സോനാഗച്ചി എന്ന് പറഞ്ഞ റെഡ് സ്ട്രീറ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അന്ന് സെൻട്രൽ ഗവൺമെൻറ് പെർമിഷനോട് കൂടിയിട്ടാണ് അവിടെ ഷൂട്ട് നടന്നത്. ഒരു മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ പറഞ്ഞ് തീർക്കാൻ പറ്റാത്ത അനുഭവം, അതിലും വലിയ അനുഭവങ്ങൾ. അത്രയും സമയം പറയണം അവിടത്തെ കുറിച്ച് പറയുമ്പോൾ. വലിയ അനുഭവങ്ങളാണ്. ഒരുപാട് അറിയാൻ പറ്റി, സിനിമയെ അറിയാൻ പറ്റി. അപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് പോകുന്നുണ്ടല്ലേ നമ്മുടെ പരിപാടികൾ? എന്തൊക്കെയോ തമാശ പറയണോ ആരാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്തോ എനിക്കൊരു പാട്ട് വേണമെന്നുണ്ട്. ഉണ്ണിനോട് പറഞ്ഞു, ഉണ്ണി പാടില്ല. റാഫി താനൂരിന് പാടാനുള്ള കഴിവും കൂടെ ഉണ്ട്. പാടാൻ പറ്റിയൊരു വോയിസ് ക്ലാരിറ്റി അല്ല, കാരണം 2 ദിവസമായിട്ട് ചുമയാണ്. കേട്ടാൽ തന്നെ അറിയാൻ പറ്റും. വോയിസ് ഇങ്ങനെ അല്ലല്ലോ നോർമലല്ലേ ഷൈനെ? എന്നാലും 2 പേര് വേണമെങ്കിൽ ഞാൻ പാടാം. മമ്മൂക്കയുടെ സിനിമയിലെ പാട്ട് തന്നെ ആയിക്കോട്ടെ. വേഷങ്ങൾ ജന്മങ്ങൾ, വേഷം മാറാൻ നിമിഷങ്ങൾ, നാം അറിയാതാടുകയാണീ ജീവിതവേഷം. കണ്ണീരിനൊരു വേഷം, സന്തോഷം പുതുവേഷം, നീയൽ നാടകമാടുകയല്ലോ ജീവിതമാകെ. വേഷങ്ങൾ ജന്മങ്ങൾ, വേഷം മാറാൻ നിമിഷങ്ങൾ, നാം അറിയാതാടുകയാണീ ജീവിതവേഷം. താങ്ക് യു. ഒരു കുലപ്പൂ പോലെ കയ്യിൽ മുറുകുന്ന ധവള ശിരസ്, അല്ല ഏറെ നനുത്തതായ അനുദിനം വന്നെത്തി. താരിലും നീരിലും വിളയാടിടുന്നു, പ്രേമ പ്രതീക്ഷയും ഒരുമിച്ചു ചേരുമെൻ അപൂർവ സന്ദർശകേ. അപരസാമ്യങ്ങളിങ്ങില്ല, അപരസാമ്യങ്ങളിങ്ങില്ല, നിനക്കൊന്നുമിതുകൊണ്ട് നിന്നെ സ്നേഹിപ്പു ഞാൻ. ദൂരെ താരങ്ങൾ തൻ തെക്കുദിക്കിലായി ആ ധൂമലിപികളിൽ നിന്റെ പേരെഴുതി വയ്ക്കുന്നതാ. അപരസാമ്യങ്ങളിങ്ങില്ല, നിനക്കൊന്നുമിതുകൊണ്ട് നിന്നെ സ്നേഹിപ്പു ഞാൻ. ദൂരെ താരങ്ങൾ തൻ തെക്കുദിക്കിലായി ആ ധൂമലിപികളിൽ നിന്റെ പേരെഴുതി വയ്ക്കുന്നിതാ. അപ്പൊ നമ്മൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന താനൂരിലെ കലാകാരന്മാരുടെ വിശേഷങ്ങളും അതേപോലെ തന്നെ സിനിമാ അനുഭവങ്ങളും എല്ലാം കൂടിയാണ്. ഇതേപോലെ തന്നെ ഒരുപാട് അധികം കലാകാരന്മാർ താനൂരിൽ ഇനിയും ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ എല്ലാവർക്കും കൂടി ഞാനൊരു വിഷു ആശംസിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.